This call is now being recorded. Okay, we showed that dimension of V is equal to dimension of V star using this statement. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ലീനിയർ ഫംഗ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ബേസിസ് വീൻ്റെ ബേസിസ് എടുത്താൽ നമ്മൾ ഡുവൽ ബേസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡുവൽ ബേസിസിൻ്റെ എങ്ങനെയാണ് ഡുവൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കാണിച്ചു. എന്നിട്ട് ഇതൊരു ബേസിസ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലീനിയർ ഇൻഡിപെൻഡൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വെക്ടേഴ്സിൻ്റെ. അതായത് F1 F2 എക്സെട്ര Fൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് കാണിച്ചു. എന്നിട്ട് അതിൻ്റെ സെയിം ഡയമെൻഷനിലുള്ള ഒരു ലീനിയർ ഇൻഡിപെൻഡൻസ് സെറ്റ് നമ്മൾ ഒരു വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിസായി മാറും. അപ്പോൾ അങ്ങനെ അത് ബേസിസുമായി. ഇനി നമ്മൾ ഒരു റിസൾട്ട്, ഒരു ജനറൽ റിസൾട്ട് നോക്കാൻ പോകുന്നത്. അതായത് ഒരു ലീനിയർ ഫംഗ്ഷനുടെ ഫോം എങ്ങനെയായിരിക്കും എന്നൊരു റിസൾട്ട് ഉണ്ട്. ഇൻ ജനറൽ ലീനിയർ ഫംഗ്ഷൻസ് എങ്ങനെ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 എക്സാമ്പിൾ ചെയ്യാം. സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് if V is any finite dimensional vector space over the field F and beta is a basis for V, then there exists a unique dual basis beta star given by a set F1 F2 etc Fn for V star such that Fi of alpha j is equal to delta Aj. Fi of alpha is equal to delta Aj. Then for each linear function f on V, ഏത് ലീനിയർ ഫംഗ്ഷൻ നിങ്ങൾ വി സ്റ്റാറിന് എടുത്താലും എഫ് വിൽ ബി ഓഫ് ദ ഫോം സമേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ. എഫ് എന്ന് പറഞ്ഞാൽ സമേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ ഫോമിലായിരിക്കും. ആൻഡ് ഫോർ ഈച്ച് ആൽഫ ഇൻ വി, ആൽഫയെ നമുക്ക് സമേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഐ ഓഫ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇൻ ജനറൽ ഈ ഒരു ഫോമിൽ നമുക്ക് ഏത് ലീനിയർ ഫംഗ്ഷനിൽ എഴുതാൻ പറ്റും എന്നാണ് ആദ്യത്തെ കേസ്. പിന്നെ ആൽഫേൻ്റെ പറ്റി ഒരു എന്താ പറയുക, ഈ എഫ് ഐ ഓഫ് ആൽഫ വേറെ ഒന്നല്ല, ആൽഫേൻ്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ വരുന്ന കോർഡിനേറ്റ് വെക്ടറും കൂടിയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. അത് ഇവിടെ സൈഡിൽ ചെറുതായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ക്ലെയിം എന്ന് പറഞ്ഞിട്ട്, ഇഫ് യു ടേക്ക് എനി ലീനിയർ ഫംഗ്ഷണൽ എഫ് ഫ്രം പി ടു എഫ്, ദെൻ എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. നമ്മൾ ലീനിയർ ഫംഗ്ഷൻസിന്റെ ഫോം ഈ ഒരു ഫോമിലേക്ക്, എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സം a1 x1 പ്ലസ് a2 x2 എക്സെട്ര പ്ലസ് an xn ഫോമിലായിരിക്കും. വേർ എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. എഫ് ഓഫ് ആൽഫ എ ഐ ആയിരിക്കും. ആൻഡ് ഓൾസോ ഈച്ച് ആൽഫ എന്ന വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ബീറ്റ എന്ന ബേസിസ് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 ആൽഫ എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ആ ഫോം നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നാണ് നമ്മളെ ബേസിസ്. അപ്പം ഈ ആൽഫയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സം കോൺസ്റ്റന്റ് ഇൻറ്റു ആൽഫ ഈ ടേംസിൽ അതിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി. അതായത് നമ്മൾ കോർഡിനേറ്റ് വെക്ടർ കാണാതെ തന്നെ ഈ കോൺസ്റ്റൻസ് എടുത്ത് നമ്മൾ കോർഡിനേറ്റ് വെക്ടർ ആക്കും. അപ്പം അതൊക്കെയാണ് നമ്മളുടെ റിലേഷൻസ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ അവിടെ ഉള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, വി ആർ ഗോയിങ് ടു സീ ഹൗ ദേ ആർ റിലേറ്റഡ്. സോ ദിസ് പാർട്ട് ഓഫ് ദ പ്രൂഫ് വി ഹാവ് ഓൾറെഡി ഡൺ. അതായത് വി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്യുവൽ ബേസിസിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഇന്നലെ ചെയ്തു. F1 F2 etc Fn where Fi of alpha j is equal to delta ij എന്ന ലീനിയർ ഫംഗ്ഷൻസിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി for each linear function f on v, we have f can be written as summation I equal 1 to n f of alpha I into f5. അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും നമ്മൾ ഇന്നലെ ചെയ്തോ? ഇന്നലെ ലാസ്റ്റ് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഡ്യുവൽ സ്പേസിന്റെ കൺസ്ട്രക്ഷൻ അഡോപ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഡ്യുവൽ ബേസിസിന്റെ കൺസ്ട്രക്ഷൻ അല്ലേ. ആ ബേസിസിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഡുവൽ ബേസിസ് ഉണ്ടാക്കി എങ്ങനെയായിരുന്നു, എഫ് ഐ ഓഫ് ആൽഫ ജെ ഈക്വൽ ഡെൽറ്റ ഐ ജെ എന്ന കുറച്ച് ഫംഗ്ഷൻസ് എടുത്തു നമ്മളത് അവർ ബേസിസ് ആണ് നമ്മൾ കാണിച്ചില്ലേ. അപ്പോൾ ബേസിസ് ആണ് കാണിക്കുന്നതിന് മീനിങ് എന്താ, എന്തിന്റെ ബേസിസ് നമ്മൾ കാണിച്ചത്? വി സ്റ്റാറിന്റെ ബേസിസ് ആണ് കാണിച്ചത് അല്ലേ. വി സ്റ്റാറിന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ
അതിലുള്ള ഏതൊരു വെക്ടറിനെയും വി സ്റ്റാറിലുള്ള ഏതൊരു വെക്ടറിനെ നമുക്ക് ഈ എഫ് ഐസും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും അല്ലേ? നമ്മളിങ്ങനെ കാണിച്ചില്ലേ? അതായത് സപ്പോസ് വി ടു എഫ് ഈസ് ആക്ച്വലി ഈക്വൽ ടു, അത് നമ്മൾ ക്ലെയിം ബേസ്ഡ് ആണ് കാണിക്കുന്നതായിരുന്നു. സോ ഇഫ് എഫ് ഈസ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ 1 to ci fi, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഓൾറെഡി ബേസിസ് ആണ് കാണിച്ചു. അതായത് ഏതൊരു എഫ് നിങ്ങൾ വി സ്റ്റാറിന് എടുത്താലും നിങ്ങൾക്ക് ആ എഫിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഐസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് സമേഷൻ ഐ ഈക്വൽ ടു 1 to n സം സി ഐ ഇൻറ്റു എഫ് ഐ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്നലെ ലാസ്റ്റിൽ പ്രൂവ് ചെയ്ത അതൊരു ബേസിസ് ആണ് കാണിച്ചു. ഡുവൽ ബേസിസ് ആണ് കാണിക്കുമ്പോൾ മീനിങ് ഇത്രയേ ഉള്ളൂ. ഏതൊരു എഫ് നിങ്ങൾ വി സ്റ്റാർ എടുത്താലും നിങ്ങൾക്ക് അതിനെ ആ എഫ് ഐസ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. ഓൾസോ ഇപ്പൊ നിങ്ങൾ എഫ് ഓഫ് ആൽഫ ജെ എടുക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു നോട്ടാണ്. എഫ് ഓഫ് ആൽഫ ജെ എടുക്കുകയാണെങ്കിൽ ഇപ്പം എഫ് സമേഷൻ ഐ ഈക്വൽ 1 to n സി ഐ എഫ് ഐ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ സമേഷൻ ഐ ഈക്വൽ 1 to n സി ഐ എഫ് ഐ ആണ്. അപ്പോൾ നിങ്ങൾ ആൽഫ ജെ കാണുമ്പം സമേഷൻ ഐ ഈക്വൽ 1 to n എന്താ വരിക? സി ഐ ഇൻറ്റു എഫ് ഐ ഓഫ് ആൽഫ ജെ എന്ന് വരും. പക്ഷെ എഫ് ഐ ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ഡിനോട്ടഡ് എഫ് ഐ ഓഫ് ആൽഫ ജെ. നമ്മുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു? എഫ് ഐ ഓഫ് ആൽഫ ജെ ആണ് ഡെൽറ്റ ഐ ജെ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഡെൽറ്റ ഐ ജെ പറഞ്ഞാൽ ഐ ഈക്വൽ ടു ജെ ആകുമ്പോൾ 1ഉം ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പം 0ഉം അല്ലേ? ഇതാണ് ഡെൽറ്റ ഐ ജെ എന്ന ഫംഗ്ഷൻ. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും? ഈ സമേഷൻ എന്തായി മാറും? ആ സമേഷൻ എന്താ കിട്ടും നമുക്ക് ലാസ്റ്റിൽ? സമേഷൻ ഐ ഈക്വൽ 1 to n സി ഐ ഇൻറ്റു എഫ് ഐ ഓഫ് ആൽഫ ജെ എന്ന് പറയുമ്പോൾ വിൽ ഗെറ്റ് എസ് സി ജെ. അപ്പം അതന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ നോക്കും, നമുക്ക് എന്താ കിട്ടിയ ഒന്നുകൂടി പറയാം. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എഫ് ഓഫ് ആൽഫ ജെ എന്ന് പറയുമ്പോൾ എഫ് നമ്മൾ അങ്ങനെ എടുത്തു. എഫ് ഈസ് ആക്ച്വലി സമ്മേഷൻ ഐ ഈക്വൽ 1 to n സി ഐ ഇൻറ്റു എഫ് ഐ. അതായത് കുറച്ച് എഫ് ഐസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഏത് ജനറൽ എഫ് എടുത്താലും വി സ്റ്റാറിന്. അപ്പൊ എഫ് ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ 1 to n സി ഐ എഫ് ഐ ഓഫ് ആൽഫ ജെ. ഇത് നമ്മൾ സി ജെ എന്ന് കാണിച്ചു. That means any f you can write as summation I equal 1 to n. എന്താ എഴുതാൻ പറ്റുക? സി ഐക്ക് പകരം എന്ത് എഴുതാം? എഫ് ഓഫ് ആൽഫ ഐ അല്ലെ? സി ജെ പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ജെ ആണ്. അപ്പൊ സി ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ഐ ആണ് ഇൻറ്റു എഫ് ഐ. സോ ഫോർ ഈച്ച് ലീനിയർ ഫംഗ്ഷൻ എഫ് ഓൺ വി വി ഹാവ് ദിസ്. അത് ട്രൂ ആണ്. അത് നമ്മൾ കൂടെ ഇന്നലെ നമ്മൾ കാണിച്ച ആ ഒരു ചെറിയ പോർഷൻ, ഈ പോർഷൻ കൂടി കൂട്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്. അത് ഏത് ലീനിയർ ഫംഗ്ഷൻ എടുത്താലും ആ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സമേഷൻ ഓഫ് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം എഫ് ഐസ് എഴുതാൻ പറ്റും. വേറെ ഇവിടെ കിട്ടുന്ന സി ജെസ് എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റൻസ് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ജെസ് ആണ്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ആ കോൺസ്റ്റൻസ്, അതായത് നമുക്ക് ഏതൊരു ഇത്രയും മനസ്സിൽ കണ്ടാൽ മതി. വി സ്റ്റാർ നമ്മുടെ കയ്യിലുണ്ട്, ഒരു വെക്ടർ സ്പേസ് ആണ് എൽ വി എഫ്. ഒബിയസ്ലി ഇതൊരു വെക്ടർ സ്പേസ് ആണ്, ഒരു ബേസിസ് ഉണ്ടാവും. ആ ബേസിസ് നമ്മൾ ഇന്നലെ പറഞ്ഞു എഫ് ടു എക്സെട്ര എഫ് എൻ ആണ്. അപ്പോൾ ഈ സ്പേസിൽ ഏത് എലിമെന്റ് നിങ്ങൾ എടുത്താലും, ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അതിന് നിങ്ങൾക്ക് ഈ വെക്ടേഴ്സിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അത് ഏതൊരു ബേസിസിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സമേഷൻ ഐ ഈക്വൽ 1 to n സം കോൺസ്റ്റന്റ് എ ഐ ഒ സി ഐ ഒ ഇൻറ്റു ഈ എഫ് ഐ എഴുതാൻ പറ്റും. ഓക്കെ, അത് ഏതൊരു ബേസിസിന്റെയും ഏതൊരു വെക്ടർ സ്പേസിന്റെയും പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആ റിലേഷൻ പറഞ്ഞു തരാണ്. ആ റിലേഷൻ എന്താണ്? ആ സി ഐ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, സി ഐ ഇസ് ആക്ച്വലി എഫ് ഓഫ് ആൽഫ ഐ. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി ഹാവ്. അത് അങ്ങനെ കിട്ടാൻ കാരണം നമ്മൾ ഇങ്ങനെ ഡുവൽ ബേസിസ് ചൂസ് ചെയ്തതിനെ കൊണ്ടാണ്. നമ്മൾ ഡുവൽ ബേസിസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തതിനെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഈ സി ഐ നമുക്ക് എഫ് ഓഫ് ആൽഫ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മൾ
ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏതൊരു ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. ആൻഡ് ഓൾസോ ഫോർ ഈച്ച് വെക്ടർ ആൽഫ ഇൻ വി വി ഹാവ് ആൽഫ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ 1 to n fi ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ എന്നായിരിക്കും. അതായത് ഇങ്ങനെ ഡുവൽ ബേസിസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വെക്ടർ നിങ്ങൾ വി എന്ന് എടുത്താലും ആ വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു നിങ്ങളെ ബേസിസ് ബീറ്റ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെക്ടറാണ് കിട്ടുക. അതിൽ ആദ്യത്തെ എൻട്രി പറഞ്ഞാൽ f1 ഓഫ് ആൽഫ ആയിരിക്കും, രണ്ടാമത്തെ പറഞ്ഞാൽ f2 ഓഫ് ആൽഫ ആയിരിക്കും, എക്സെട്ര fn ഓഫ് ആൽഫ എന്ന് പറഞ്ഞ എന്താ പറയാ ആ വാല്യൂസ് ആയിരിക്കും ഈ ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൽഫേനെ പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ 1 to n fi ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ. ഏതൊരു ആൽഫേനെ നമുക്ക് സമ്മേഷൻ ഐ ഈക്വൽ 1 to n സം കോൺസ്റ്റന്റ് ഇൻറ്റു ആൽഫ എന്ന് എഴുതാൻ പറ്റും. fi ഓഫ് ആൽഫ എന്താ ശരിക്കും കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? fi എന്ന് പറഞ്ഞാൽ ലീനിയർ ഫംഗ്ഷനാണ്. അപ്പോൾ അത് മാപ്പ് ചെയ്യുന്നത് വി എന്ന് എഫിലേക്കാണ്. അപ്പോൾ നിങ്ങൾ fi ഓഫ് ആൽഫ കണ്ട അല്ലെങ്കിൽ f1 ഓഫ് ആൽഫ അല്ലെങ്കിൽ f2 ഓഫ് ആൽഫ കണ്ടാൽ കിട്ടുന്ന ഒരു എഫിലൊരു സ്കെയിലർ വാല്യൂ ആണ്. സോ ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി, ആൻഡ് സ്റ്റേറ്റ്മെന്റും കുറച്ച് പ്രൂഫും. സോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നോട്ട് ദാറ്റ് വൺ provides as a nice way of describing what a dual basis is. If beta is alpha 1 alpha 2 etc alpha n is an ordered basis of V, then beta star is a dual basis, and if beta star equal to f1 f2 etc fn is a dual basis, then fi is the function which assigns to each vector alpha in V the ith coordinate of alpha relative to the ordered basis beta. അതാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരു ആൽഫേനെ നിങ്ങളൊരു ബേസിസ് ഉണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ബേസിസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആൽഫേന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് വെക്ടർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ആ ആൽഫേനെ നിങ്ങൾ സം c1 ആൽഫ 1 പ്ലസ് c2 ആൽഫ 2 എക്സെട്ര പ്ലസ് cn ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഈ കിട്ടുന്ന c1 c2 c3 എക്സെട്ര cn ആണ് നിങ്ങളെ കോർഡിനേറ്റ് വെക്ടറായി മാറുക. എന്നിട്ട് നിങ്ങൾ അതിങ്ങനെ c1 c2 എക്സെട്ര cn ആയിട്ടുള്ള കോളം വെക്ടർ നമ്മൾ കോർഡിനേറ്റ് വെക്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഡുവൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കേസും എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ കൺസ്ട്രക്ഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ആ കേസിൽ ഏതൊരു ആൽഫേന്റെയും കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ പറഞ്ഞാൽ ഈ മെട്രിക്സ് ആയിരിക്കും. അതവിടെ പറയുന്നത് ഈച്ച് and fi is the function which assigns to each vertex alpha in V the ith coordinate of alpha relative to the ordered basis beta. ഓക്കെ, അതായത് ഇപ്പം സെക്കൻഡ് എൻട്രി പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ ആണെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ് നമുക്ക് തരുന്നത് f2 ആണ്. fi is the function which assigns each vector alpha in V the ith coordinate of alpha relative to the basis beta. അപ്പോൾ c2 നമുക്ക് കിട്ടുന്ന ഇവിടുന്നാണ് f2 ഓഫ് ആൽഫയാണ് c2 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ c3 എടുക്കുകയാണെങ്കിൽ അത് f3 ഓഫ് ആൽഫ ആയിരിക്കും. ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷനാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. അപ്പോൾ ഇതും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം ഒരു വെക്ടർ സ്പേസ് n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എടുത്തു, ബീറ്റ ഒരു ബേസിസ് എടുത്തു. വി സോ ദാറ്റ് ഇങ്ങനത്തെ ഒരു ഡുവൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ഒരു ഡുവൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം, വി സ്റ്റാറിൽ ഏത് എഫിനെയും നമുക്ക് ഇവരുടെ ഈ FIs-നെ ലീനിയർ കോമ്പിനേഷൻസ് ആക്കി എഴുതാൻ പറ്റും. വേർ ആ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ f of alpha is ആയിരിക്കും. അതുപോലെ ഏതൊരു ആൽഫ നിങ്ങൾ ബി എന്ന് എടുത്താലും ആ ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കാണുമ്പോൾ കിട്ടുന്ന ആ കോർഡിനേറ്റിലെ ith കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ fi of ആൽഫ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഇതിന്റെ ഈ ലാസ്റ്റ് പോർഷന്റെ പ്രൂഫ് പറഞ്ഞാൽ ഇത്ര നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇഫ് ആൽഫ ഇസ്, അതായത് ആൽഫ എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു സമ്മേഷൻ i equal 1 to n xi ആൽഫ എടുക്കുകയാണെങ്കിൽ, അതായത് x1 ആൽഫ 1 എക്സെട്ര പ്ലസ് xn ആൽഫ n എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി fj ഓഫ് ആൽഫ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്താ വരിക, x1 ഇൻറ്റു fj ഓഫ് ആൽഫ 1 പ്ലസ് x2 ഇൻറ്റു fj ഓഫ്
ആൽഫ ടു, ഒരു മിനിറ്റ്, എഫ് ജെ ഓഫ് ആൽഫ ടു എക്സെട്ര പ്ലസ് എക്സ് എൻ ഇൻറ്റു എഫ് ജെ ഓഫ് ആൽഫ എന്ന വരും. അതാണ് ഈ സമ്മേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൽഫ നിങ്ങൾ ആർബിട്രറി ആയിട്ട് നിങ്ങൾ വി എന്ന് എടുത്തു. അപ്പം വിന്റെ ബേസിസ് ആണ് ആൽഫ 1, ആൽഫ 2, സെക്ടർ ആൽഫ n. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആൽഫേനെ നിങ്ങൾക്ക് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് നമ്മൾ എഫ് ജെ ഓഫ് ആൽഫ കണ്ടുപിടിച്ചു. എഫ് ജെ ഓഫ് ആൽഫ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സമ്മേഷൻ ആയി ഇതിൻ്റെ അകത്ത് നിങ്ങൾ എഫ് അപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ ആയി ഈക്വൽ 1 to n എക്സ് ഐ ഇൻറ്റു എഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സ് ഐ ഇൻറ്റു എഫ് ജെ ഓഫ് ആൽഫ എഴുതാൻ പറ്റും, ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പം, ഈ ഒരു സമ്മേഷന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എഫ് ജെ ഓഫ് ആൽഫ ഇ എന്തായിരിക്കും? എഫ് ജെ ഓഫ് ആൽഫ ഇ എന്തായിരിക്കും? എഫ് ജെ ഓഫ് ആൽഫ ഇ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡ്യുവൽ ബേസിസ്? എഫ് ജെ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡെൽറ്റ ജെ ഐ. ഡെൽറ്റ ജെ ഐ എന്ന് വരും. ഡെൽറ്റ ജെ ഐയും ഡെൽറ്റ ഐ ജെയും സെയിം ആണോ? ഡെൽറ്റ ജെ ഐയും ഡെൽറ്റ ഐ ജെയും സെയിം ആയിരിക്കുമോ? ഐ ഈക്വൾ ടു ജെ ആകുമ്പോൾ 1ഉം ഐ നോട്ട് ഈക്വൾ ടു ജെ ആകുമ്പോൾ 0 ആണ് ഡെൽറ്റ ഐ ജെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ ജെ ഐ എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും ഡെൽറ്റ ജെ ഐ. രണ്ടും സെയിം അല്ലേ? അതെ. അതെ. സോ നിങ്ങൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പം എഫ് ജെ ഓഫ് സം ആൽഫ ജെ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് ഇതിലിപ്പോൾ എഫ് ജെ ഓഫ് ആൽഫ 1, എഫ് ജെ ഓഫ് ആൽഫ 2, സെക്ടർ എഫ് ജെ ഓഫ് ആൽഫ എന്ന് കാണുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരു ആൽഫ ജെയും കാണും, പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് ജെ ഇൻറ്റു എഫ് ജെ ഓഫ് ആൽഫ ജെ ഉണ്ടാവും, പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ഇൻറ്റു എഫ് ജെ ഓഫ് ആൽഫ എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം 0 ആയി പോകും അല്ലേ? പക്ഷേ എഫ് ജെ ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ 1 വരും. കാരണം എഫ് ജെ ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ ഡെൽറ്റ ജെ ജെ എന്ന് വരും. ജെ ജെ പറഞ്ഞാൽ രണ്ട് കോർഡിനേറ്റ്സും സെയിം ആണ്. രണ്ട് കോർഡിനേറ്റ്സും സെയിം ആകുമ്പോൾ ഡെൽറ്റ അതിന്റെ വാല്യൂ എന്താ, ഫംഗ്ഷന്റെ വാല്യൂ എന്താ, 1 വരും. അപ്പൊ ആ കേസിൽ മാത്രം നമുക്ക് ഈ സംഭവം 1 ആയി വരും, ബാക്കിയെല്ലാം ഇതൊക്കെ 0 ആയി പോകും. അപ്പം x1 ഇൻറ്റു 0 പ്ലസ് x2 ഇൻറ്റു 0 എക്സെട്ര പ്ലസ് എക്സ് ജെ ഇൻറ്റു 1 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് ഇൻറ്റു 0 എന്ന് വരും. അപ്പോൾ ഓവറോൾ ലാസ്റ്റ് നമുക്ക് ഒരൊറ്റ വാല്യൂ കിട്ടുള്ളൂ, എക്സ് ജെ ഇൻറ്റു 1. ഈ ഒരു പോർഷൻ മാത്രമേ ബാക്കി ഉണ്ടാവും. അപ്പം നമുക്ക് എക്സ് ജെ എന്ന് കിട്ടും. അതായത് ഏതൊരു ആൽഫ നിങ്ങൾ റെപ്രസെന്റ് ചെയ്താലും വിത്ത് റെസ്പെക്ട് ഈ ബേസിസ് റെപ്രസെന്റ് ചെയ്താൽ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ എന്താ വിളിക്കുക? x1, x2 എക്സെട്ര എക്സ് എന്ന് നിങ്ങൾ എന്താ വിളിക്കുക? നിങ്ങൾ വിളിക്കുക ഈ ഒരു റെപ്രസെന്റേഷൻ ചെയ്തിട്ട് ഈ ഒരു മെട്രിക്സിനെ? കോർഡിനേറ്റ് മെട്രിക്സ്. കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ഏത് ബേസാ? ബീറ്റ. കാരണം ബീറ്റയാണ് നമ്മൾ ആൽഫ 1, ആൽഫ 2, സെക്ടർ ആൽഫാനെ എടുത്ത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്? ഇതിൽ ഓരോ എക്സൈസും ഏത് ഫോമിലായിരിക്കും? അതുപോലെ ആയിരിക്കും. അതായത് x1 നമ്മളിങ്ങനെ ആൽഫ അങ്ങനെ എടുത്തിട്ട് നമ്മൾ കാണിച്ചു എഫ് ജെ ഓഫ് ആൽഫ പറഞ്ഞാൽ എക്സ് ജെ എന്ന് കാണിച്ചു. അപ്പൊ എക്സ് ജെ ഇൻഡയറക്ട്ലി എന്താണ്? എക്സ് ജെ ഇൻഡയറക്ട്ലി ഈ സംഭവമാണ്. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? f1 ഓഫ് ആൽഫയാണ്. x2 എന്താണ്? f2 ഓഫ് ആൽഫയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഈ x1 എന്ന സംഭവം f1 ഓഫ് ആൽഫ എന്ന് കിട്ടി, ഇത് f2 ഓഫ് ആൽഫ കിട്ടി, എക്സെട്ര. അതായത് ഒരു ആൽഫേനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫായി നിങ്ങൾ പിന്നെ ആൽഫ അല്ലെങ്കിൽ ബീറ്റ നിങ്ങൾ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന വേറെ ഒന്നുമില്ല, ഈ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് മെട്രിക്സിലുള്ള ഈ ith കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ jth കോർഡിനേറ്റ് ആണെങ്കിൽ എഫ് ജെ ഓഫ് ആൽഫ ആയിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു പ്രൂഫിൽ പറയുന്നത്. ദെർഫോർ വി ഗെറ്റ് ദാറ്റ് ഫോർ ഈച്ച് ആൽഫ നമുക്കൊരു യുണീക്ക് എക്സ്പ്രഷൻ പറയാൻ പറ്റും. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ സമേഷൻ ഐ ഈക്വൽ 1 to n എക്സ് ഐ ആൽഫ ഐ ആണെങ്കിൽ ആ ആൽഫയെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആൽഫ എന്ന സമേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഐ ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ. അതായത് എഫ് ഐ ഓഫ് ആൽഫ, കാരണം എഫ് ഐ ഓഫ് ആൽഫ എക്സ് ഐ എനിക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ. ഓക്കെ, സോ
ഇവിടുന്നുള്ള ടേക്ക് അവേ എന്തൊക്കെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നത്, ഇതുവരെയായിട്ട് എന്താ കിട്ടുക, ഒന്ന് സമ്മറൈസ് ചെയ്യും. വി ഓവർ എഫ് വെക്ടർ സ്പേസ് ആണ്. എൽ വി എഫ് എന്ന് പറഞ്ഞ വി സ്റ്റാർ വെക്ടർ സ്പേസ് ആണ്. ഇത് ഡുവൽ സ്പേസ് ആണ്, വിന്റെ ഡുവൽ സ്പേസ് ആണ്. ബീറ്റ എന്ന് പറഞ്ഞ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എന്നൊരു ബേസിസ് എടുത്താൽ നമുക്ക് ഇവിടെ ഒരു ബീറ്റ സ്റ്റാർ കിട്ടുന്നുണ്ട്. ഒരു ബീറ്റ സ്റ്റാർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. F1 F2 എക്സെട്ര എഫ് എൻ. അതിന് നമ്മൾ ഡുവൽ ബേസിസ് എന്ന് വിളിക്കും. കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു? എഫ് ഐ ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. പിന്നെ ഈ ഒരു കേസിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന എന്താണ്? ഇപ്പോൾ വി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ നമ്മൾ ഫൈനൈറ്റ് നമ്പറാണല്ലോ ബേസ് എടുത്തിരിക്കുന്നത്. ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ എന്താ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്? ഏതൊരു എഫ് നിങ്ങൾ ഇഫ് യു ടേക്ക് എനി എഫ് ഫ്രം വി സ്റ്റാർ യു ക്യാൻ റൈറ്റ് എഫ് ടു ബി സമ്മേഷൻ ഐ ഈക്വൽ 1 to n സം കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഐ എന്ന് എഴുതാൻ പറ്റും അല്ലേ? കാരണം വി സ്റ്റാറിലെ ബേസിസ് ആണ് F1 F2 എക്സെട്ര എഫ് എൻ. പക്ഷെ ഈ സി ഐ എന്ന് പറഞ്ഞ വേറൊന്നല്ല. ഈ സി ഐനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് എടുക്കാൻ പറ്റും? യു ക്യാൻ റൈറ്റ് സി ഐ എസ് എഫ് ഓഫ് ആൽഫ ഐ. അപ്പോൾ ഈ എഫ് എന്തായി മാറും? സമ്മേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ എന്ന് എഴുതാൻ പറ്റും. ഏത് എഫിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അതൊരു ടേക്ക് അവേ. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ ഏതൊരു ആൽഫ നിങ്ങൾ വി എന്ന് എടുത്താലും നിങ്ങൾ ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് ആൽഫ ഇസ് സമ്മേഷൻ ഐ ഈക്വൽ 1 to n എക്സ് ഐ ആൽഫ ഐ ആണെങ്കിൽ നിങ്ങൾക്കറിയാം കോർഡിനേറ്റ് മെട്രിക്സ് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ കോർഡിനേറ്റ് മെട്രിക്സ്. ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ, ഇത് നമ്മുടെ കോർഡിനേറ്റ് മെട്രിക്സ് ആണ്. പക്ഷെ ഈ കേസിൽ ഇങ്ങനെ ഒരു എഫ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ് ഐസിനെ ഈ എഫ് ഐസിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അതാണ് പ്രത്യേകത. അതെന്താ റിലേഷൻ? റിലേഷൻ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ 1 to n എന്താ വരിക? എഫ് ഐ ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ എന്ന് എഴുതാൻ പറ്റും. അതായത് ഈച്ച് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഐ ഓഫ് ആൽഫ ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടുന്ന് ഉള്ള ടേക്ക് അവേ. നമുക്ക് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, സോ അപ്പം ഫ്രം 3n1 ഏതൊക്കെയാ 3n1? ഇതൊന്ന്, അതായത് ഏതൊരു എഫിന് നമുക്ക് സമ്മേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ, അതാണ് 3 എന്ന സ്റ്റേറ്റ്മെന്റ്. 1 എന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ആൽഫ ഈക്വൽ ടു ഇതാണ് 1. ആൽഫ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഐ ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ. ഇത് രണ്ടെന്നും സപ്പോസ് if I take alpha to be x1 x2 etc xn and I fix f of alpha i to be ai, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് എഫിനെയും എങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ആസ് ഇപ്പോൾ ആൽഫ x1 ആൽഫ 1 എക്സെട്ര പ്ലസ് xn ആൽഫ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, എന്താ നമുക്കറിയുന്ന കാര്യം? എഫിനെ എങ്ങനെ എഴുതാൻ പറ്റുക? സമ്മേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഓഫ് ആൽഫ ഇൻറ്റു എഫ് ഐ. ഇതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റ്. 1 സ്റ്റേറ്റ്മെന്റ് എന്നാൽ ഇതായിരുന്നു സമ്മേഷൻ, ഐ മീൻ x1 എന്തായിരുന്നു 1 സ്റ്റേറ്റ്മെന്റ്? ആൽഫ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ 1 to n എഫ് ഐ ഓഫ് ആൽഫ ഇൻറ്റു ആൽഫ ഐ. അപ്പോൾ ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു ജനറൽ ഒബ്സർവേഷൻ പറയുകയാണ്, ഏതൊരു എഫും ഏതൊരു ലീനിയർ ഫംഗ്ഷൻ എടുത്താലും ഏത് ഫോമിലായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇഫ് യു ടേക്ക് ആൽഫ ടു ബി x1 ആൽഫ 1 എക്സെട്ര പ്ലസ് xn ആൽഫ n, എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് x1 ഇൻറ്റു എഫ് ഓഫ് ആൽഫ 1 എക്സെട്ര പ്ലസ് xn ഇൻറ്റു എഫ് ഓഫ് ആൽഫ n ആണ്. കാരണം എഫ് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇനി ഈ എഫ് ഓഫ് ആൽഫ ഐസിനെ നമ്മൾ ഒരു എ ഐ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ
കാരണം എഫ് ഓഫ് ആൽഫ എന്താണ്? എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലറാണ്, എഫിലുള്ള സ്കെയിലറാണ്. അപ്പോൾ അതിനെ നമ്മൾ എ ഐസ് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു എഫ് ഓഫ് മീൻ ഏതൊരു ആൽഫ എടുത്താലും അതിന്റെ എഫ് ഓഫ് ആൽഫ പറഞ്ഞാൽ ഈ ഫോമിലായിരിക്കും. അത് സം a1 ഇൻറ്റു x1 പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു xn ഫോമിലായിരിക്കും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേക്ക് അവേ ആണ്. നമുക്കത് മനസ്സിലുണ്ടാവേണ്ടിരിക്കുക. ഏതൊരു ലീനിയർ ഫംഗ്ഷൻ എടുത്താലും അതിന്റെ ഫോം ഈ ഫോമിലായിരിക്കും. ഇറ്റ് ബി ഓഫ് ദിസ് ഫോം. കാരണം നമ്മൾ റിസൾട്ട് ഇൻ ജനറൽ ഫോർ എ ബി നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ. So if alpha is x1 alpha 1 etc plus xn alpha n, then f of alpha is a1 x1 etc plus an xn. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ തിയററ്റിക്കൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡ്യുവൽ ബേസിസിന്റെ കൺസ്ട്രക്ഷൻ കണ്ടു. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയേക്കാം. 1-2 എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കാര്യങ്ങൾ. അപ്പോൾ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം ബേസിസ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. അതിൽ ചെറിയ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ നോക്കാം. പിന്നെ കുറച്ചും കൂടി വേറെ സ്പേസിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ. സോ ഇവിടെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇതാണ്. R3 ഓവർ R ഒരു വെക്ടർ സ്പേസ് നമ്മൾ എടുത്തു. അതായത് V ഓവർ F എന്ന് പറയുന്ന പകരം R3 ഓവർ R ഒരു വെക്ടർ സ്പേസ് എടുത്തു. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് we are trying to find a dual basis for a basis in R3. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ബീറ്റ. ഇത് R3യുടെ ഒരു ബേസിസ് ആണ്. നേരത്തെ പറഞ്ഞ നമ്മളെ പ്രൂഫൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിന്റെ ബേസിസ് നമ്മൾ ബീറ്റയൊക്കെ എടുത്തിട്ടുണ്ട്. ആ വി ഇവിടെ R3 ആണ്. ബീറ്റ എന്ന് പറഞ്ഞത് ഈ ഒരു ബേസിസ് ആണ്. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബേസിസിന്റെ ഒരു ഡുവൽ ബേസിസ് നമുക്ക് കാണണം. ഇപ്പോൾ ഡുവൽ ബേസിസ് എന്ന് പറയുമ്പം അത് ഡുവൽ സ്പേസിൽ വി സ്റ്റാർ എന്ന സ്പേസിലുള്ള ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ എത്ര എലിമെന്റ്സ് ഉണ്ട് ബേസിസിൽ? 3 എലിമെന്റ്സ് ഉണ്ട്. v1 v2 v3. അപ്പം ഡയമെൻഷൻ ഓഫ് R3 3 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഇവിടെ അണ്ടർ ഡിസ്കഷൻ ഡയമെൻഷൻ ഓഫ് ആ ഡുവൽ ബേസിസ് എന്തായിരിക്കും? അതും 3 ആയിരിക്കും. സോറി, ആ ഡുവൽ സ്പേസും 3 ആയിരിക്കും. അതുകൊണ്ട് നമ്മോട് ഇവിടെ F1 F2 F3 എന്ന ബേസ് കാണാൻ പറഞ്ഞു. 3 എലിമെന്റ്സ് അടങ്ങുന്ന ആ ബേസിസ് കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ബി സ്റ്റാർ ആണ്. ബി സ്റ്റാറിൽ 3 എലിമെന്റ്സ് ഉണ്ടാവും. F1 F2 F3. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് Fi ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് നമ്മളെ വർക്ക്. അപ്പം ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ, ഇൻഡയറക്ട്ലി അല്ല, വളരെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് F1 ഓഫ് ആൽഫ 1 F1 ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആൽഫ 1 എടുക്കാം, അല്ലെങ്കിൽ v1 v2 v3 എടുക്കാം. ആൽഫ 1 ആൽഫ 2. F1 ഓഫ് ആൽഫ 1 1 ആയിരിക്കണം. F1 ഓഫ് ആൽഫ 2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. F1 ഓഫ് ആൽഫ 3 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് Fi ഓഫ് ആൽഫ ജെ ഡെൽറ്റ ഐ ജെ ആണ്. അപ്പം ഐയും ജെ ഈക്വൽ ആവും, മാത്രം അത് 1 ആവും, അല്ലാത്ത കേസിൽ 0. അങ്ങനത്തെ കുറച്ച് Fi's കാണണം. അപ്പോൾ ഇവിടെ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു F1 കാണണം. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐക്ക് 2 കൊടുക്കുക, എന്നിട്ട് ജെ മൊത്തം വെയിറ്റ് ചെയ്യുക 1 2 3. അതായത് F2 ഓഫ് ആൽഫ 1 F2 ഓഫ് ആൽഫ 2 L2 ഓഫ് ആൽഫ 3. അപ്പോൾ F2 ഓഫ് ആൽഫ 1 0 ആയിരിക്കണം. F2 ഓഫ് ആൽഫ 2 ആകുമ്പോൾ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ അല്ലെ, F2 ഓഫ് ആൽഫ 2 പറയുമ്പോൾ ഇറ്റ് ഈസ് ഡെൽറ്റ 2 2, ഇറ്റ് ഈസ് 1 ആയിരിക്കണം. അതുപോലെ F2 ഓഫ് 0 3 മൈനസ് 2 പറഞ്ഞാൽ 0 ആയിരിക്കണം. ഓക്കെ. സോ ഒരു മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. Okay, sorry for that. Okay, so our aim is to construct
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? സർ കേൾക്കുന്നുണ്ട്. ആ, അപ്പോൾ നമ്മൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ ഡുവൽ ബേസിസ് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് ഡുവൽ ബേസിസ് ഇൻ ദിസ് കേസ്. അത് നമ്മളെ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് ഡുവൽ ബേസിസ് കൺസ്ട്രക്ഷൻ ചെയ്യാന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഡിഫൈൻ ചെയ്ത ഡുവൽ ബേസിസ് ഇങ്ങനെയായിരുന്നു. ഇതുപോലെയായിരുന്നു നമ്മൾ ഡുവൽ ബേസ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഈ F1 F2 F3 കാണണം. ഇത് മൂന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന F1 F2 F3 നമുക്ക് കാണണം. അതാണ് നമ്മുടെ വർക്ക്. അത്രയേ ഉള്ളൂ. അത് മൂന്ന് ഫംഗ്ഷൻസ് ആയിരിക്കും. V ന്ന് Fലേക്കുള്ള മൂന്ന് ലീനിയർ ഫംഗ്ഷൻസ് ആയിരിക്കും ആ F1 F2 F3. അതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടുന്ന് തുടങ്ങാം. ഈ XYZ നോക്കുക നിങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ഏത് ലീനിയർ ഫംഗ്ഷനിലും ഏത് ഫോമിൽ ഉണ്ടാവുക. ഇപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറയാൻ വേണമെങ്കിൽ F എന്ന് പറഞ്ഞാൽ ഈ കേസിൽ മൂന്ന് വെക്ടേഴ്സ് ഉള്ളൂ. F1 F2 എക്സെട്ര. F1 F2 F3 മൂന്ന് വെക്ടേഴ്സ് ഉള്ളൂ. തൊട്ട് മുമ്പ് തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു F1 F2 F3 ഒരു ബേസിസ് ആണെങ്കിൽ ആൻഡ് α1 α2 α3 ഒരു ബേസിസ് ഓഫ് V ആണെങ്കിൽ ഏതൊരു Fന് നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. അവിടെ നമ്മൾ n വെക്ടേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ മൂന്ന് വെക്ടേഴ്സ് ഉള്ളപ്പോൾ മൂന്ന് ടേംസ് വരുള്ളൂ. F of α1 into F1 plus F of α2 into F2 എക്സെട്ര plus F of α3 into F3 എഴുതാൻ പറ്റും. വേറെ F of ആൽഫ എന്ന് പറഞ്ഞാൽ F of alpha into F1 of alpha plus F of alpha 2 into F2 of alpha etc plus F of alpha 3 into F3 of alpha. അതായത് നമ്മൾ F അപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. സോറി, F അല്ല, വി ആർ ഫൈൻഡിങ് F of alpha. ഓക്കെ, F of alpha കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക? ജസ്റ്റ് ഫംഗ്ഷൻസ് നമ്മൾ ഇവിടെ നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നു. ഓൺ ആൽഫ വി ആർ ഫൈൻഡിങ് വാല്യൂസ്. ഓക്കെ, സോ F of alpha എന്ന് പറയുമ്പോൾ F alpha ആയി, ഇത് കോൺസ്റ്റൻസ് ആണല്ലോ. F alpha ആയി F1 ആക്ടിങ് ഓൺ ആൽഫ. F1 ആക്ടിങ് ഓൺ ആൽഫ അല്ല, F of alpha പറയുമ്പോൾ എന്താ പറയുക? ഈ ഒരു ഫംഗ്ഷൻ ആക്ടിങ് ഓൺ ആൽഫ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതായത് F alpha F1 ആക്ടിങ് ഓൺ ആൽഫ പ്ലസ് F alpha 2 into F2 ആക്ടിങ് ഓൺ ആൽഫ. അങ്ങനെ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സം AI എടുത്താൽ മതി. സംതിങ് ലൈക്ക് AI അല്ലെങ്കിൽ A1 into F1 പ്ലസ് A2 into F2 എക്സെട്ര പ്ലസ് അല്ല, ഇവിടെ മൂന്നെണ്ണം ഉള്ളൂ അല്ലേ, പ്ലസ് A3 into F3 ആക്ടിങ് ഓൺ ആൽഫ എന്ന് പറയുമ്പം A1 into F1 of alpha F1 of alpha plus A2 into F2 of alpha plus A3 into F3 of alpha. സെയിം നമ്മൾ പണ്ട് പഠിച്ച, ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല. നമ്മൾ പണ്ട് പഠിച്ച ലീനിയർ നമ്മൾ ഈ സ്പേസിലുള്ള പ്ലസ് തന്നെയാണ്. നമ്മൾ പണ്ട് T1 plus T2 of alpha നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു. T1 alpha plus T2 alpha എന്നാണ് നമ്മൾ അവിടെ പ്ലസ് ഡിഫൈൻ ചെയ്തത്. ആ പ്ലസ് തന്നെ അവിടെ ഉപയോഗിച്ചത്. ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ വരുന്നുണ്ടെന്നുള്ളൂ. T1 T2 എന്ന് പകരം F1 F2, പിന്നെ രണ്ടെണ്ണത്തിന്റെ കേസിന് പകരം മൂന്നെണ്ണത്തിന്റെ കേസ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ F is actually F ഈ ഫോമിലായിരിക്കും. ആൻഡ് ഇഫ് യു ടേക്ക് F of alpha I is equal to some AI എന്ന് കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് F of alpha എന്ന് പറഞ്ഞാൽ A1 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് F alpha നിങ്ങൾക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് പറയുന്നത്. ഏത് A1 ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു F1 alpha പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു F2 alpha പ്ലസ് എക്സെട്ര പ്ലസ് A3 ഇൻറ്റു F3 alpha എഴുതാൻ പറ്റും. അപ്പം F alpha ഓക്കെ, so here if you take alpha as ആൽഫേനെ നമ്മൾ ഇവിടെ എഴുതാം. ആൽഫേനെ നമ്മൾ x1 alpha 1 പ്ലസ് x2 alpha 2 എക്സെട്ര പ്ലസ് xn alpha എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് F1 of alpha എന്താ കിട്ടുക? F1 ആക്ടിങ് ഓൺ ദിസ് വെക്ടർ എന്ന് കിട്ടും. ഓക്കെ, F1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷൻ ലൈനെ കൊണ്ട് അതിന് നമുക്ക് x1 into F1 of alpha 1 plus x2 into F1 of alpha 2 എക്സെട്ര പ്ലസ് xn into F1 of alpha n എന്ന് എഴുതാൻ പറ്റും. അതിൽ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി അറിയാം. ഈ F1 എന്ന് പറഞ്ഞ ലീനിയർ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. F1 of alpha 1 മാത്രമേ 1 ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ആൽഫ ജെയും
സീറോ ആയിരിക്കും. f1 ഓഫ് ആൽഫ ജെ എപ്പോഴും ബാക്കി ഇവൻ ജെ നോട്ട് ഈക്വൽ ടു 1 ആണ്, സീറോ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓബിയസ്ലി എന്തായി മാറും, ഇത് മാത്രം 1 ആയി മാറും, ബാക്കി എല്ലാം സീറോ ആയി പോകും. അപ്പൊ f1 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ഒന്നല്ല x1 ആയിരിക്കും. ഓക്കെ, f1 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ x1 ആയിരിക്കും. ഓക്കെ ആണോ? ആൽഫ നമ്മൾ x1 ആൽഫ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ പ്രൂഫിൽ സമേഷനിലൊക്കെ എഴുതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വേറെ പുതിയതൊന്നും നമ്മൾ പറയുന്നില്ല. ആൽഫ നമുക്ക് ഇങ്ങനെ ആൽഫ 1 ആൽഫ 2 സിറ്റ ആൽഫ എന്ന ബേസിസിന്റെ ടേംസിൽ എഴുതാൻ പറ്റിയ, ഓബിയസ്ലി നിങ്ങൾ f1 ഓഫ് ആൽഫ നിങ്ങൾ കാണണം, അത്രേ ഉള്ളൂ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്ടിങ് ഓൺ ആൽഫ അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷനിൽ ആക്ടിങ് ഓൺ ആൽഫ കാണുമ്പോൾ ലീനിയർ ഫംഗ്ഷനിൽ അതിനെ കൊണ്ട് ഇപ്പം എ ടി ഓഫ് എ ബി പ്ലസ് എ ആൽഫ പ്ലസ് ബി ബീറ്റ ആറുമ്പോൾ എന്താ വരിക, എ ഇൻറ്റു ടി ആൽഫ പ്ലസ്, സോറി അങ്ങനെ വരിക, അതാ നമ്മൾ ഉപയോഗിക്കുന്നത്. എ ആൽഫ 1 പ്ലസ് ബി ആൽഫ 2 ആണെന്ന് വിചാരിക്കുക. എന്താ നിങ്ങൾ അതിന്റെ ഔട്ട്പുട്ട് വരിക, പ്ലസ് ബി ആൽഫ 2 ആണെങ്കിൽ ഇതെന്താ വരിക, എ ഇൻറ്റു ടി ആൽഫ 1 പ്ലസ് ബി ഇൻറ്റു ടി ആൽഫ 2 എന്നല്ല വരിക. അതുപോലെ ഇതൊക്കെ സ്കേലേഴ്സ് ആണ്, x1 x2 എക്സെട്ര xn സ്കേലേഴ്സ് ആണ്, ഇത് വെക്ടേഴ്സ് ആണ്. അപ്പൊ എഫ് എന്നാണ് ലീനിയർ ട്രാൻസ്മിഷൻ, f1 എന്നാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷണൽ, ഇറ്റ് ആക്ട്സ് ഓൺ ദിസ് വാല്യൂ. അപ്പൊ എന്താ ദിസ് വെക്ടർ, അപ്പൊ എന്താ കിട്ടുക, x1 ഇൻറ്റു f1 ഓഫ് ആൽഫ 1 പ്ലസ് x2 ഇൻറ്റു f1 ഓഫ് ആൽഫ 2 എക്സെട്ര xn ഇൻറ്റു f1 ഓഫ് ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇൻഡയറക്ട്ലി നമുക്ക് കിട്ടിയത് എന്താ, fi ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ xi ആണ്. ഇവിടെ കിട്ടിയ f1 ഓഫ് ആൽഫ പറഞ്ഞ x1 ആണ്, fi ഓഫ് ആൽഫ xi ആണ്. ഓക്കെ, fi ഓഫ് ആൽഫ xi ആണ്. അപ്പൊ ഇൻ ജനറൽ ഏതൊരു എഫിന് നിങ്ങൾക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും, എഫ് ഓഫ് ആൽഫേനെ, അതായത് a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3. ഇതിപ്പോ തൊട്ടും നമ്മൾ പറഞ്ഞു ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഈ ഒരു സമേഷൻ ഫോമിൽ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 എലിമെന്റ്സേ വരുന്നുള്ളൂ നമ്മളെ വെക്ടർ സ്പേസിലും ബേസിസിലും. അപ്പം n വരെ പോകുന്നില്ല, n 3 ആണ് ഇവിടെ, 3 വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളത് വിൽ സി ഹൗ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ f1 ഓഫ് ആൽഫ പറഞ്ഞാൽ x1 ആണ്, അതുപോലെ f2 ഓഫ് ആൽഫ എന്താണ്, x2 ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ എഴുതി ഞങ്ങൾക്ക് അത് കിട്ടും. അതായത് ഇൻ ജനറൽ എന്തൊക്കെയാ കിട്ടുക, ഇൻ ജനറൽ fi ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ xi ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം നമ്മൾ തൊട്ടുമ്പോൾ എഴുതിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കേസിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെച്ചാൽ ai എന്ന് പറഞ്ഞാൽ എന്താണ്, ai നമ്മൾ എഫ് ഓഫ് ആൽഫ ആയിട്ട് എടുക്കുന്നത്, അതായത് ai എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ഐ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. അത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, സോറി ലീനിയർ ഫംഗ്ഷനും ഈ ഫോമിലായിരിക്കും, വേർ fi ഓഫ് ആൽഫ പറഞ്ഞാൽ xi ആയിരിക്കും, എഫ് ഓഫ് ആൽഫ പറഞ്ഞാൽ a ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കി. ഇനി നമുക്ക് ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നമുക്കറിയാം മുകളിൽ തന്നിട്ടുണ്ട് ഇത് മൂന്നും അടങ്ങുന്ന സെറ്റ് ബേസിസ് ആണ്, അതായത് 1 - 1 3 0 1 - 1 0 3 - 2 എന്നടങ്ങുന്ന സെറ്റ് ബേസിസ് ആണ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് f1 f2 f3 എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത്ര നേരം നേരത്തെ പറഞ്ഞ തിയറി തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം x1 xyz എനിക്ക് ഞാൻ xyz എന്ന ഒരു ജനറൽ വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പോകും, അതായത് x1 x2 x3 ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, എന്റെ ആവശ്യം എനിക്ക് f1 f2 f3 കിട്ടണം. എന്റെ ആവശ്യം എനിക്ക് f1 f2 f3 കിട്ടണം, അതാണ് എന്റെ ആവശ്യം. അപ്പം xyz എന്ന ജനറൽ വെക്ടറിന്റെ എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, വേർ xyz ബിലോങ്സ് ടു R3. ഇത് ശരിയാണോ, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ പറയും, can we write like this? ഇവിടെ ഇങ്ങനെ എഴുതുന്നതിന്റെ മീനിങ് എന്താ, മീൻസ് നമുക്ക് എന്താ അവിടെ കിട്ടുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ? അതായത് എന്തായിരുന്നു നമ്മളെ ബേസിസ്, 1 - 1 3 0 1 - 1 1 - 1 3 0 1 - 1 പിന്നെന്താ 0 3 - 2 0 3 - 2. ഇത് മൂന്നും അടങ്ങുന്ന സെറ്റാണ് നമ്മൾ R3ന്റെ ഒരു ബേസിസ്. ഓക്കെ, നമ്മളെ ബീറ്റ എന്ന സെറ്റ്. ഓക്കെ, അപ്പം എനിക്കൊരു വെക്ടർ ഉണ്ട് xyz, ജനറൽ വെക്ടർ R3 ഉള്ള. എങ്ങനെയാണ് കോർഡിനേറ്റ് വെക്ടർ ആണ്,
ഈ വെക്ടറിന്റെ ഈ ആൽഫേന്റെ എങ്ങനെ ഞാൻ കോർഡിനേറ്റ് വെക്ടർ കാണാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ്? ഈ ബേസിസ് വിത്ത് റെസ്പെക്ട് ടു ഈ ബേസിസ് എങ്ങനെ ഞാൻ കോർഡിനേറ്റ് വെക്ടർ കാണാം? x equal to xyz is equal to is equal to some constant constant plus some constant x1 എടുത്തു, some constant into first vector plus some Yeah. constant into second vector plus some constant into third vector കണ്ടാൽ മതി. എന്നിട്ട് ഈ കിട്ടുന്ന x1 x2 x3 ആണ് നമ്മളെ കോർഡിനേറ്റ് വെക്ടർ അല്ലേ? അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ജസ്റ്റ് കോർഡിനേറ്റ് വെക്ടർ ഒന്ന് കാണാം ആദ്യം. ഞാൻ അത് കണ്ടുപിടിക്കാം. അപ്പം എങ്ങനെയാ കിട്ടുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാ കിട്ടാം? എക്സ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഇക്വേഷൻസ് കിട്ടുമല്ലോ നമുക്ക് ഇവിടെ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യാം. x1 into 1 പ്ലസ് x2 into 0 പ്ലസ് x3 into 0. അതായത് x1 എന്ന് പറഞ്ഞാൽ x ആയിരിക്കണം, പിന്നെ y സെക്കൻഡ് കോർഡിനേറ്റ് x1 into -1. അപ്പോൾ y എന്ന് പറഞ്ഞാൽ മൈനസ് x1 പ്ലസ് x2 into 1 പ്ലസ് x2 പ്ലസ് x3 into 3, അതാണ് y. അപ്പോൾ എന്താ വരിക? 3x3. ഞാൻ ഇന്ന് തെറ്റുണ്ടേ പറയണേ, മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞേ. മൂന്നാമത്തെ z തേർഡ് കോർഡിനേറ്റ് x1 into 3 3x1 x2 into -1 എന്ന് പറഞ്ഞാൽ മൈനസ് x2. അപ്പോൾ അത് മൈനസ് x2 പ്ലസ് x3 into -2, അപ്പോൾ -2x3. ഇതാണല്ലോ കിട്ടുക അല്ലേ? നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? x1 കാണണം, x2 കാണണം, x3 കാണണം. അത് മൂന്നും കണ്ടുപിടിച്ചാൽ നമുക്ക് കോർഡിനേറ്റ് വെക്ടർ കിട്ടും. ആരെ കോർഡിനേറ്റ് വെക്ടർ കിട്ടും? ഈ പറഞ്ഞ xyz എന്ന് പറഞ്ഞ ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ കിട്ടും വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ x1 x2 x3 കാണുക? നമ്മൾ സോൾവ് ചെയ്യാം. അപ്പം x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്, റൈറ്റ്? x1 നമുക്ക് ഓൾറെഡി x ആണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് x2 x3 കാണണം. അപ്പോൾ x1 x ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? 3x3 പ്ലസ് x2 മൈനസ് x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? y എന്നും കിട്ടും. പിന്നെ x1 x ആണ്, അപ്പോൾ 3x, ഇത് 3x ആയി മാറും അല്ലേ? ശരിയല്ലായിരുന്നു? മൈനസ് 2x3 മൈനസ് x2 മൈനസ് 3x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? z എന്ന് കിട്ടും. ശരിയല്ലേ? എന്താണ് ക്ലിയർ ആയിരുന്നല്ല പറയുന്നത്? സോറി, യെസ്, -2x3 പ്ലസ് 3x. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടുക? ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ജസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത് അത്രേ ഉള്ളൂ. 3x3 പ്ലസ് x2 is equal to y plus x ആയിരിക്കും. മൈനസ് 2x3 മൈനസ് x2 എന്ന് പറഞ്ഞാൽ z മൈനസ് 3x ആയിരിക്കും. ഇങ്ങനെ കിട്ടും. നമുക്ക് ഓൾറെഡി x1 കിട്ടി, എന്താണ് x എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് x2 x3 ആണ് കാണേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ പറയും x3 x രണ്ടും ആഡ് ചെയ്ത് നമുക്ക് x3 എന്ത് കിട്ടും? y പ്ലസ് z മൈനസ് 2x എന്ന് കിട്ടും. അതെ അല്ലേ? മൈനസ് 2x വരും. ശരിയല്ല? ഇനി നമുക്ക് എന്താ വേണ്ടത്? x2 കൂടി അറിയണം. x1 കിട്ടി, x3 കിട്ടി, y പ്ലസ് z മൈനസ് 2x ആയിരിക്കും കിട്ടി. പിന്നെന്താ വേണ്ടത്? x2 എന്താ വരിക? നമുക്ക് ഏതൊരു ഇക്വേഷനിൽ കൊടുക്കാം. അപ്പം 3x3 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ y പ്ലസ് x ആണ്. അപ്പം നമുക്ക് ഓൾറെഡി x3 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം 3y പ്ലസ് 3z മൈനസ് 6x പ്ലസ് x2 എന്ന് പറഞ്ഞാൽ y പ്ലസ് x ആണ് അല്ലേ? ശരിയല്ല? നമ്മൾ ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ? എവിടെയും തെറ്റൊന്നും വന്നില്ലല്ലോ? x3 പറഞ്ഞാൽ y പ്ലസ് z മൈനസ് 2x ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 3 into x3 കഴിയുമ്പോൾ 3y പ്ലസ് 3z മൈനസ് 6x. ഓക്കെ, പ്ലസ് x2 is equal to y പ്ലസ് x.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് x2 വേണ്ടത്. അപ്പോൾ x2 എന്ത് കിട്ടും? y plus x minus 3y minus 3z plus 6x. So what you get is 7x. y minus 7x minus 2y minus 3z അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്താൽ എന്തൊക്കെ കിട്ടി? x1 നമുക്ക് x എന്ന് കിട്ടി, x2 നമുക്ക് 7x minus 2y minus 3z എന്ന് കിട്ടി, x3 നമുക്ക് y plus z minus 2x എന്ന് കിട്ടി. അപ്പോൾ അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഏതൊരു എക്സ് വൈ സെഡ് ഒരു ജനറൽ വെക്ടർ നിങ്ങൾ എനിക്ക് തന്നാലും എനിക്ക് അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കിട്ടി അല്ലേ? എനിക്ക് അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കിട്ടി, ഒരു കോർഡിനേറ്റ് വെക്ടർ കിട്ടി. x1 എന്ന് പറഞ്ഞാൽ x ആണ്. ഏതൊരു ആൽഫേൻ്റെയും കോർഡിനേറ്റ് വെക്ടർ നമുക്ക് കിട്ടി. x1 എന്ന് പറഞ്ഞാൽ x ആണ്. പിന്നെ നമുക്ക് എന്താ കിട്ടി? 7x minus 2y minus 3z. So we get 7x minus 2y minus 3z എന്ന് പറഞ്ഞാൽ x2 കിട്ടി. x3 എന്തായിരുന്നു? y plus z minus 2x. So we get y plus z minus 2x. ഇങ്ങനെ കിട്ടി. ഇനിയാണ് നമ്മൾ അതെ ലീനിയർ ഫങ്ഷൻസിൻ്റെ ആ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം യെസ്, ഞാൻ ചെയ്ത് വെച്ച് എനിക്ക് തന്നെയാണ് കിട്ടിയത്. അതായത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ x1 x2 x3 നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം f1 ഓഫ് ആൽഫ കണ്ടുപിടിക്കാം നമുക്ക് ഇൻ ജനറൽ. ഓക്കെ, f1 ഓഫ് ആൽഫ നമുക്ക് f1 ഓഫ് ആൽഫ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളെ ആൽഫ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ. അപ്പോൾ f1 ഓഫ് ആൽഫ പറയുമ്പോൾ f1 ഓഫ് എക്സ് വൈ സെഡ് നമുക്ക് കാണേണ്ടത് എന്തൊക്കെയാ? f1 f2 f3 ആ 3 ഫംഗ്ഷൻസ് നമുക്ക് കാണുന്നുണ്ട്. നമ്മളെ വർക്ക് അതാണ്. അപ്പോൾ f1 f2 f3 കാണണം. അപ്പം f1 ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? f1 ഓഫ് ഈ ഫുൾ വെക്ടർ x1 times 1 minus 1 3 plus x2 times 0 1 minus 1 plus x3 times 0 3 minus 2. ഓക്കെ, ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം f1 ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതിനെ കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? x1 into f1 of 1 minus 1 3 plus x2 into f2 of എന്താ ഇത്? f1 of f1 of 0 1 minus 1 plus x3 into f1 of 0 3 minus 2. ഇതെന്താ വാല്യൂസ്? f1 of 1 minus 1 3 എന്താ? f1 of 1 minus 1 3 എന്താ? നമ്മൾ നേരത്തെ എഴുതിയില്ലേ? നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? f1 of alpha 1 1 ആയിരിക്കും, f1 of alpha 2 0 ആയിരിക്കും അല്ലേ? അതിൽ ആൽഫ 1 എന്തായിരുന്നു? ഇതിലല്ല ആൽഫ 1 1 minus 1 3 ഫസ്റ്റ് വെക്ടർ. ഡുവൽ ബേസിസ് എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം? fi ഓഫ് ആൽഫ ജെ നമ്മൾ ഡെൽറ്റ ഐ ജെ ആയിട്ട് എടുക്കാം. അപ്പോൾ f1 ഓഫ് ആൽഫ എൻ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, f1 ഓഫ് ആൽഫ 2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, f1 ഓഫ് ആൽഫ 3 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കില്ലേ? ഇതെല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരുന്നു. ഫസ്റ്റ് നമ്മൾ എഴുതിയില്ലേ? അപ്പോൾ f1 ഓഫ് ആൽഫ 1 എന്ന് പറയുമ്പോൾ f1 ഓഫ് ദിസ് വെക്ടർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, പക്ഷേ f1 ഓഫ് ഈ വെക്ടർ 0 ആയിരിക്കും, f1 ഓഫ് ഈ വെക്ടറും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക x1 ആണ്. അതായത് f1 ഓഫ് എക്സ് വൈ സെഡ് അല്ലെങ്കിൽ എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ x1 ആണ്. എന്താ നിങ്ങൾ x1? നമ്മൾ എന്താ x1 കണ്ടുപിടിച്ചത്? അതായത് എക്സ് വൈ സെഡ് എന്ന വെക്ടർ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ x1 എന്തായിരുന്നു കണ്ടുപിടിച്ചത്? എക്സ് അല്ല കണ്ടുപിടിച്ചത്. അപ്പോൾ f1 ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ f1 ഓഫ് ആൽഫ എന്താണ് നമുക്ക് കിട്ടുന്നത്? അത് എക്സ് തന്നെയാണ്, എക്സ് എന്ന ഫംഗ്ഷൻ ആണ്. ഇതേപോലെ സപ്പോസ് നമ്മൾ രണ്ടാമത്തെ f2 കണ്ടുപിടിക്കാൻ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? f2 ഓഫ് എക്സ് വൈ സെഡ് കണ്ടുപിടിക്കും. അപ്പോൾ f2 ഓഫ് സെയിം ഫുൾ വെക്ടർ. അപ്പോൾ ഇത് x1 into f2 ഓഫ് ദിസ് വെക്ടർ പ്ലസ് f2 ഓഫ് ദിസ് വെക്ടർ പ്ലസ് f2 ഓഫ് ദിസ് വെക്ടർ എന്ന് വരും. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം f2ന്റെ പ്രത്യേകത എന്താണ്? f2 ഓഫ് ആൽഫ 1 0 ആയിരിക്കണം, f2 ഓഫ് ആൽഫ 2 1 ആയിരിക്കണം, അതുപോലെ f2 ഓഫ്
ആൽഫ 3 0 ആയിരിക്കും. അപ്പൊ f2 ഓഫ് ആൽഫ 2 പറയുമ്പോൾ ഇതാണ് നമ്മൾ ആൽഫ 2. അപ്പം ഇത് എന്തായി മാറും? ഇത് നമുക്ക് എന്താ കിട്ടുക? ഇത് ഇവാലുവേറ്റ് ചെയ്താൽ, ഈ മൊത്തം ഇവാലുവേറ്റ് ചെയ്താൽ ഇത് 0 ആണ്, ഇതും 0 ആണ്, ഇത് 1 ആണ്. അപ്പൊ നമുക്ക് x2 കിട്ടും അല്ലേ? അപ്പൊ ഇത് x2 ആയി മാറും. അതായത് f2 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ x2 ആണ്. പക്ഷെ x2 നമുക്ക് എന്താ കിട്ടിയത്? 7x minus 2y minus ആ 3z. അതെ, ഇതാണ് നമുക്ക് കിട്ടിയത് 7x minus 2y minus z. അപ്പം f2 എന്ന് പറഞ്ഞാൽ 7x minus 2y minus 3z. അതേപോലെ മൂന്നാമതുണ്ടല്ലോ അവിടെ, വായിക്കണ്ടായിരുന്നു അല്ലേ? മൂന്നാമത്തെ കേസ് പറയുമ്പോൾ f3 ഓഫ് ആൽഫ 1, f3 പ്രത്യേകത എന്താ? f3 ഓഫ് ആൽഫ 1 0 ആയിരിക്കണം, f3 ഓഫ് ആൽഫ 2 0 ആയിരിക്കും, പക്ഷേ f3 ഓഫ് ആൽഫ 3 3 1 1 ആയിരിക്കണം. അപ്പൊ അതേപോലെ നമ്മളിവിടെ സപ്പോസ് ഇവിടെ f2 ഇവിടെ നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ ഇത് f3 ആവും. അപ്പൊ ഇവിടെയും f3 f3 f3. ആ കേസിൽ ഇത് മാത്രം 1 ആവും, ഇതൊക്കെ 0 ആയി പോകും. അപ്പൊ ഇത് ഇൻഡയറക്ട്ലി എന്താവും? ഇത് x3 എന്ന് കിട്ടും. അതായത് f3 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ f3 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് x3 എന്ന് കിട്ടും. പക്ഷെ x3 എന്താ? ഇതാണ് x3. കാരണം ആൽഫ എന്ന വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. x1 ഇതാ കിട്ടിയത്, x2 ഇതാ കിട്ടിയത്, x3 ഇതാ കിട്ടിയത്. അപ്പൊ നമുക്ക് ശരിക്കും എന്ത് കിട്ടി? നമുക്ക് ആവശ്യമുള്ള 3 വെക്ടേഴ്സും ഇവിടെ കിട്ടി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള 3 വെക്ടേഴ്സും കിട്ടി. എവിടെയൊക്കെ കിട്ടി? അതെ, നമുക്ക് 3 വെക്ടേഴ്സും കിട്ടി. നമുക്ക് f1 f2 f3 ആയിരുന്നു കാണേണ്ടത്. നമുക്ക് f1 എന്ത് കിട്ടി? f1 നമുക്ക് x കിട്ടി. f2 എന്ത് കിട്ടി? ഇവിടെ ഇത് കിട്ടി, അതായത് 7x minus 2y minus 3z എന്ന് കിട്ടി. അതുപോലെ f3 എന്ത് കിട്ടി? x3 എന്താ? y plus z minus 2x. So we got f3 as y plus z minus 2x. അപ്പൊ ഇതാണ് ആ 3 ലീനിയർ ഫങ്ഷൻസ്. അതായത് നമ്മളെ വി സ്റ്റാർ എന്ന ആ ഡുവൽ സ്പേസിലെ ഒരു ഡുവൽ ഒരു ഡുവൽ അല്ല, ആ ആൽഫ ആ ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവൽ ബേസിസ് f2 f1 f2 f3 എന്ന ഡുവൽ ബേസിസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഒരൊറ്റൊരു മെയിൻ ആയിട്ടുള്ള ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ആൽഫ നമ്മൾ എടുത്തു, x1 ആൽഫ 1 എക്സെട്ര പ്ലസ് xn ആൽഫ എന്ന് എടുത്തു. ഇതിന്റെ ബേസിസ് നിങ്ങൾക്ക് നമ്മൾ ഇതിന്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഈ ആൽഫ നമ്മൾ ജനറൽ ആയിട്ട് എടുത്തു, അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ ആൽഫ പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോമിലെ ആൽഫ ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ ജനറൽ ആൽഫ എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ x1 x2 എക്സെട്ര xn ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, f1 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ കിട്ടിയ നമ്മൾ എഴുതിയിട്ടുണ്ടാ f1 ഓഫ് ആൽഫ പറഞ്ഞാൽ x1 ആയിരിക്കും, അല്ലെങ്കിൽ f2 ഓഫ് ആൽഫ പറഞ്ഞാൽ x2 ആയിരിക്കും. അപ്പോൾ ഈ ജനറൽ നമ്മൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ f1 ഓഫ് ആൽഫ എന്ത് എഴുതി? f1 ഓഫ് ആൽഫ x1 ആണ് നമുക്ക് അറിയാം. അതുകൊണ്ട് x1 നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് എന്തോന്ന് കിട്ടിയപ്പോൾ അത് നമ്മൾ എഴുതി, നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ x ആക്കി എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ f2 ഓഫ് ആൽഫ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തു. നമുക്ക് f2 ആൽഫ എന്താണെന്ന് അറിയാം, നമുക്കറിയാം f2 ഓഫ് ആൽഫ പറഞ്ഞാൽ x2 ആണെന്നറിയാം. പക്ഷെ x2 ഇൻഡയറക്ട്ലി എന്താണ്? x2 ഇൻഡയറക്ട്ലി വേറെ ഒന്നല്ല, ഈ ജനറൽ വെക്ടറിന് നമ്മൾ കോർഡിനേറ്റ് വെക്ടർ കാണുമ്പോൾ സെക്കൻഡ് കോർഡിനേറ്റ് ആണ് x2. നമ്മൾ ആദ്യം ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ 3 സാധനം ആദ്യം കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് ആ x2 പറഞ്ഞാൽ f2 ഓഫ് ആൽഫയാണ്. അതുകൊണ്ട് നമ്മൾ x2 എന്ന് എടുത്തു, നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടി. f3 ഓഫ് ആൽഫ നമ്മൾ എടുത്തു, x3 ആയിരുന്നു, ആ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് ആകെ എത്ര ചെയ്യേണ്ടുള്ളൂ? നമുക്ക് തന്നിരിക്കുന്ന ആ വെക്ടർ സ്പേസിലുള്ള ജനറൽ ആൽഫ എടുക്കുക, തന്നിരിക്കുന്ന ബേസിസ് നോക്കുക, ആൽഫ 1 ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് നോക്കുക. എന്നിട്ട് ആ ജനറൽ വെക്ടറിന്റെ എന്ത് കാണുക? കോർഡിനേറ്റ് വെക്ടർ കാണുക. ആ ജനറൽ വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടു കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ് വെക്ടറിൽ വരുന്ന ആദ്യത്തെ ആയിരിക്കും നിങ്ങളെ f1 ഓഫ് ആൽഫ, രണ്ടാമത്തെ ആയിരിക്കും നിങ്ങളെ f2 ഓഫ് ആൽഫ, മൂന്നാമത്തെ ആയിരിക്കും നിങ്ങളെ f3 ഓഫ് ആൽഫ ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ ഒരു റിലേഷൻ മാത്രം മനസ്സിലാക്കുക. അത് fi ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ xi ആണ്. ഓക്കെ, അതിന് ഈ xi നിങ്ങൾ കണ്ടുപിടിക്കുക ഇൻ ജനറൽ ആൽഫ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f1 f2 f3 കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തത് ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പം
നിങ്ങൾക്കിപ്പോൾ ക്ലാസ് ഉണ്ടോ? വേറെ ക്ലാസ് ഉണ്ടോ വൈകുന്നേരത്തേക്ക്? ഇല്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റ്യൻ എവിടെ? ഇത് വേറെ സ്പേസ് ആണെന്ന് നോക്കാം. അതെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെയാണ് വി എന്ന വെക്ടർ സ്പേസ് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. അതായത് ഇതിലുള്ള സ്പേസിലെ എലിമെന്റ്സ് പറഞ്ഞാൽ പോളിനോമിയൽസ് ആണ്, ഡിഗ്രി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ we have to find the basis v1 v2 of v that is dual to the basis f1 f2 of v star given by ഇത്. അത് നമ്മൾ തിരിച്ചാ കാണാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ v1 പിന്നെ α1 α2 തന്നു, ഒരു ബേസിസ് തന്നു ബീറ്റേന്റെ. നേരത്തെ 3 തന്നിട്ടുണ്ടായിരുന്നു, α1 α2 α3 3 തന്നു. അപ്പോൾ നിങ്ങളുടെ f1 f2 f3 കാണാൻ പറഞ്ഞു. ഇത് നമ്മൾ തിരിച്ചാ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ 2 എലിമെന്റ്സേ വരുന്നുള്ളൂ. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന വെക്ടർ സ്പേസ് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പോൾ അതിന്റെ ബേസിസിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 2 എലിമെന്റ്സ് ഉണ്ടാവുള്ളൂ, 1ഉം ടിയും അല്ലെ, അല്ലെങ്കിൽ 1ഉം എക്സും അല്ലേ. p2 of x, p3 of x, pn of x ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഈ പോളിനോമിയൽസ് സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെ പോളിനോമിയൽസ് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് n ഡിഗ്രി വരുന്ന പോളിനോമിയൽസ് അടങ്ങുന്ന ആ വെക്ടർ സ്പേസ്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n+1 ആയിരിക്കും. ഇതിൽ എന്തായാലും സ്റ്റാൻഡേർഡ് ബേസിസ് 1 x x² എക്സെട്ര x പവർ n അങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? 1 x x² എക്സെട്ര x പവർ n. ഈ കേസിൽ ടി എടുക്കുന്ന വേരിയബിൾ എന്നാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 1ഉം ടിയും വരും, 2 ഡയമെൻഷണൽ കേസ് എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ലീനിയർ ഫങ്ഷൻസ്. അതായത് f1 ഓഫ് phi of t എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 phi of t dt ആണ്. അതുപോലെ f2 ഓഫ് phi of t എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2 phi of t dt ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് തന്നത് ശരിക്കും ഈ ഫങ്ഷണൽസ് ആണ്. ബേസിസ് ഓഫ് വി സ്റ്റാർ തന്നിരിക്കുന്നത്. വി സ്റ്റാറിന്റെ ബേസിസ് ആണ് നിങ്ങളോട് ഈ v1 v2 ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അതായത് v1 v2 പറഞ്ഞാൽ ഒരു ബേസിസ് കാണും. നിങ്ങൾ ആരെ ബേസിസ് കാണും? വിന്റെ ബേസിസ് കാണണം. നിങ്ങൾക്ക് വി സ്റ്റാറിന്റെ ബേസിസ് തന്നു f1 f2. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പറഞ്ഞത് വിന്റെ ഒരു ബേസിസ് v1 v2 അല്ലെങ്കിൽ α1 α2 പറഞ്ഞ ഒരു ബേസിസ് നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ജനറൽ വെക്ടർ എടുക്കാം. നമ്മൾ ജനറൽ വെക്ടർ വിയിലുള്ള ജനറൽ വെക്ടർ എടുക്കുകയാണ്, എന്നിട്ട് അതിന്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, വിയിലുള്ളൊരു അങ്ങനെ നമ്മൾ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ചെയ്യാൻ എന്താ ചെയ്തത്? നമ്മൾ വി എന്ന വെക്ടർ സ്പേസിലെ തന്നിരിക്കുന്ന ആ α1 α2 α3 എന്ന ആ വെക്ടേഴ്സിന്റെ ടേംസിലുള്ള ആൽഫയുടെ കോർഡിനേറ്റ് മെട്രിക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കോർഡിനേറ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലിമെന്റ് x1 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? f1 ഓഫ് ആൽഫ ആയിരുന്നു. അതുപോലെ സെക്കൻഡ് എലിമെന്റ് എന്തായിരുന്നു? f2 ഓഫ് ആൽഫ ആയിരുന്നു, ആൻഡ് സോ ഓൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ FIs കണ്ടുപിടിച്ചത്. അതേപോലെ ഇവിടെ ഞാൻ ജനറൽ ആയിട്ട് എനിക്കൊരു നമ്മളെ വെക്ടർ സ്പേസിൽ നിന്ന് ഒരു എലിമെന്റ് ആൽഫ എടുത്തു. അത് ഞാൻ x1 α1 എക്സെട്ര പ്ലസ് x1 α1 റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ കേസ് പറഞ്ഞാൽ 2 വെക്ടേഴ്സ് അല്ലേ ഉള്ളൂ അല്ലേ? 2 ഡയമെൻഷണൽ സ്പേസ് അല്ലേ? 2 ഡയമെൻഷണൽ സ്പേസ് അല്ലേ? അപ്പൊ ഈ സ്പേസിൽ ഞാൻ 2 വെക്ടേഴ്സ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ബേസിസ് മീൻസ് നമുക്ക് കാണേണ്ട എന്താണ്? v1 v2 ആണ് അല്ലേ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവിടെ? നിങ്ങൾ പറയും, എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാം? ഞാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇതാണ് നമ്മളെ വർക്ക്, നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ വേറൊരു പേജിൽ പറയാം. നമ്മളെ കയ്യിലൊരു സ്പേസ് ഉണ്ട് വി. ഈ വി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലുള്ള എലിമെന്റ്സ് പറഞ്ഞാൽ ഈ വെക്ടർ സ്പേസ് എലിമെന്റ്സ് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് റിയൽ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1. ഇവിടെ എക്സ് അല്ല ടി ആയിരുന്നു വേരിയബിൾ എടുത്തുന്നത് അല്ല, a പ്ലസ് ബീറ്റ ടി എന്നായിട്ട്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ പി ഓഫ് ടി സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് പി ഓഫ് ടി ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1. ഇതാണ് നമ്മളെ വെക്ടർ സ്പേസ്. ഇനി നമ്മളോട് പറഞ്ഞത് വി സ്റ്റാർ എടുത്തു. വി സ്റ്റാറും അതുപോലെ ഒരു വെക്ടർ സ്പേസ് ആണ്. ഈ വെക്ടർ സ്പേസിലെ
രണ്ട് എലിമെന്റ്സ് നമുക്ക് തന്നു, F1 ഉം F2. രണ്ട് ബേസിസ് എലിമെന്റ്സ് തന്നു. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ വി സ്റ്റാർ F1 എവിടെ ആക്ട് ചെയ്യുക? ഇതിന്റെ ഈ ഡൊമൈൻ എന്താ? F1ന്റെ ഡൊമൈൻ എന്താ? F1ന്റെ ഡൊമൈൻ എന്താ പറയൂ? F1ന്റെ ഡൊമൈൻ എല്ലാവരും ഇല്ലേ ഇവിടെ? ആരൊന്നും വേണ്ടല്ലോ. സർ എല്ലാവരും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. കാണിക്കുമോ? നിങ്ങൾക്ക് കാണുന്നില്ല? ക്വസ്റ്റ്യൻ ഉള്ള പാർട്ടിലാണ്. ഒന്നുകൂടി പറയാനാ? ഓക്കെ. വി എന്ന വെക്ടർ സ്പേസ് ആണ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ഓഫ് പി ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു 1. അതൊരു വെക്ടർ സ്പേസ് ആണ്. നമുക്കറിയാം അതിന്റെ ഒരു ബേസിസ് പറഞ്ഞാൽ 1T ഒരു ബേസിസ് ആണ് അല്ലേ? പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് Pn(x), P3(x), P2(x) എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വി സ്റ്റാർ എന്ന് പറഞ്ഞാൽ വി എന്ന് എഫിലേക്കുള്ള ലീനിയർ ഫംഗ്ഷൻസിന്റെ കളക്ഷനാണ് വി സ്റ്റാർ എന്ന് പറയാം, ഡുവൽ സ്പേസ് എന്ന് പറയാം. അപ്പം ഈ വി സ്റ്റാറിലുള്ള ഒരു ബേസിസ് ആണ് F1 F2. അപ്പൊ ഇവിടെ എന്താ എലിമെന്റ്സ് വരിക? ഈ ഡൊമൈനിൽ അവിടെ എന്താ എഴുതേണ്ടത്? F1 ആക്ടിങ് ഓൺ വാട്ട്? F1 ആക്ടിങ് ഓൺ സം ഫങ്ഷൻസ് ഇൻ അല്ലെങ്കിൽ സം പോളിനോമിയൽസ് ഇൻ വേർ വി അല്ലേ? അപ്പോൾ ഫൈ ഓഫ് ടി എന്നൊരു പോളിനോമിയൽ ഞാൻ വി എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ പോളിനോമിയൽസ് അല്ലേ? ഫൈ ഓഫ് ടി എന്ന പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ F1 ഓഫ് ഫൈ ഓഫ് ടി എന്താ? നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിൽ 0 to 1 ഫൈ ഓഫ് ടി ഡി ടി കാണാൻ പറഞ്ഞു. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഇതാണ്. അതായത് ഈ സ്പേസിന്റെ മുകളിൽ നിങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഇതാണ്. അതായത് F1 ഓഫ് ഫൈ ഓഫ് ടി, F1 ഓഫ് ആ ഫംഗ്ഷൻ എങ്ങനെയാണ് കാണേണ്ടത്? ആ ഫംഗ്ഷനെ 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ആ F1 ഓഫ് ഫൈ ഓഫ് ടിന്റെ വാല്യൂ. അതാണ് പറയുന്നത്. അതുപോലെ F2 സെക്കൻഡ് ഫംഗ്ഷനിൽ F2 ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേറെ ഒന്നല്ല, അതിനെ 0 to 2 ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ F1 ഉം F2 ഉം തന്നിട്ടുണ്ട്. ഓക്കെ, F1 F2 പറഞ്ഞ ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലം അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ α1, α2, α3 എന്ന ബേസിസ് തന്നിട്ട് നമ്മളോട് F1 F2 F3 ആയിരുന്നു കാണാൻ പറഞ്ഞത്. ഇവിടെ തിരിച്ചാന്ന് മാത്രം. നമുക്ക് ഇത് ആദ്യം തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ഇത് കാണാനാ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. അതേ ടെക്നിക്ക് ചെയ്താൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത ടെക്നിക്ക് പോലെ തന്നെ ചെയ്യാം. അപ്പൊ നേരത്തെ നമ്മൾ എന്താ ടെക്നിക്ക് ചെയ്തത്? അത് പറഞ്ഞു. നമ്മൾ നേരത്തെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ഒരു XYZ എടുത്തു അല്ലേ? ഫസ്റ്റ് ഒരു XYZ എടുത്തിട്ട് ആ XYZ നമ്മൾ ഒരു X1 ഇൻറ്റു ഒരു α1 തന്നിരിക്കുന്ന α1, α2, α3 ടേംസിൽ എഴുതിയില്ല നേരത്തെ. എന്നിട്ട് നമ്മൾ X1, X2, X3 കണ്ടുപിടിച്ചോ ഇല്ലേ? എന്നിട്ട് നമ്മൾ F1 ഓഫ് ആൽഫ നമ്മൾ എന്ത് എഴുതി? അല്ലെങ്കിൽ F1 ഓഫ് XYZ നമുക്ക് എന്താന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? X1 ആണ് കിട്ടി. അപ്പൊ നമുക്ക് F1 കിട്ടി. അതുപോലെ F2 ഓഫ് XYZ നമുക്ക് എന്താണെന്ന് അറിയാം? നമുക്ക് X2 ആണെന്നറിയാം അല്ലേ? അപ്പൊ നമുക്ക് F2 കിട്ടി. ആദ്യം നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ഇവരെ മൂന്നുപേരെയും കണ്ടുപിടിച്ചു. അതായത് കോർഡിനേറ്റ്സിന്റെ ആ കോർഡിനേറ്റ് മെട്രിക്സിലുള്ള കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് ഇത് അറിയാവുന്നതിനെ കൊണ്ടായിരുന്നു നമ്മൾ നേരിട്ട് നമുക്ക് F1, F2, F3 കിട്ടി. ഇതാണ് നമ്മൾ ചെയ്തത്. അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യണം. ഇവിടുത്തെ XYZ പകരം എന്താ വെക്ടർ? ഇവിടെയുള്ള വെക്ടർ എന്താ? ഇവിടെ സ്പേസ് എന്താ? വി വെക്ടർ സ്പേസ് പോളിനോമിയൽസ് ആണ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് 1. അപ്പൊ ഏതൊരു ജനറൽ പോളിനോമിയലും നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. A പ്ലസ് ബി ടി ഫോം. എയും ബിയും ഇവിടെ റിയൽ നമ്പേഴ്സ് എടുക്കുന്നത് ഫീൽഡ്. അപ്പം A and B ബിലോങ്സ് ടു R ഇല്ലേ? ഏത് ജനറൽ വെക്ടർ നമുക്ക് എഴുതി കൂടെ? ഫോർ സം A and B ശരിയായിരിക്കില്ലേ? ഇവിടെയുള്ള വെക്ടർ ചിലപ്പോൾ 2 + T ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം -1 - T ആയിരിക്കാം. അതൊക്കെ അറ്റ്മോസ്റ്റ് 2 ഡിഗ്രി വരുന്ന പോളിനോമിയൽസ് ആണ്. സോറി, അറ്റ്മോസ്റ്റ് 1 ഡിഗ്രി വരുന്ന പോളിനോമിയൽസ് ആണ്. 1 എടുക്കാം, 1 ഒരു പോളിനോമിയലാണ്, 100 ഒരു പോളിനോമിയലാണ്, അറ്റ്മോസ്റ്റ് 1 ഡിഗ്രി വരുന്നത് അല്ലേ? അപ്പൊ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അത് വെക്ടറിന്റെ ഫോം ഒരു A + BT ഫോമിലായിരിക്കും. ഇത് ആൽഫ. അതിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? സം X1 ഇൻറ്റു, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞത് രണ്ട് ബേസിസാ കാണാൻ പറഞ്ഞത്. ഇവിടെയുള്ള α1നെയും ഇവിടെയുള്ള α2നെയും നമുക്കിപ്പോൾ കാണണം. അതാണ് നമ്മളെ വർക്ക്, അതാണ് അല്ലേ? X1 ഒരു ഏതൊരു ആൽഫയും നമുക്ക് X1 ഇൻറ്റു സം α1 + X2 ഇൻറ്റു α2 എഴുതാൻ പറ്റും. ഇത് നമുക്ക് എന്താണെന്ന് അറിയില്ല, അത് നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇവർ രണ്ടുപേരും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് ആവശ്യം ഇവിടെ ഉള്ള ഒരു ബേസിസ് കണ്ടുപിടിക്കണം. അതായത് ഈ F1 F2 ഡുവൽ ബേസിസ് ആയിട്ടുള്ള ഒരു ബേസിസ് ഇവിടെ കണ്ടുപിടിക്കണം. അതായത് ഒരു ആൽഫ 1 ആൽഫ 2 എന്ന ബേസിസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ വിച്ച് F1 F2 ഈസ് എ ഡുവൽ ബേസിസ് ഫോർ V സ്റ്റാർ. അപ്പൊ ഈ ആൽഫ 1 ആൽഫ 2 പറഞ്ഞ ആളെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. കഴിഞ്ഞ കേസിൽ നമുക്ക് ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് F1 F2 F3 കാണാൻ പറഞ്ഞു. ഇവിടെ F1 F2 തന്നിട്ടുണ്ട്, തിരിച്ച് ആൽഫ 1 ആൽഫ 2 കാണാൻ പറയുന്നു. അപ്പം ഞാൻ അതേ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ സ്പേസ് മാറുന്നുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, കഴിഞ്ഞ കേസിൽ V എന്ന് പറഞ്ഞാൽ R3 ആയിരുന്നു, അവിടെയുള്ള എലിമെന്റ്സ് പറഞ്ഞാൽ 3 ട്യൂപ്പിൾസ് ആയിരുന്നു, ABC അല്ലെങ്കിൽ XYZ ഫോമിലായിരുന്നു. ഇവിടെ ഉള്ള നമ്മളെ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോളിനോമിയൽസ് ആണ് വിത്ത് ഡിഗ്രി അറ്റ്മോസ്റ്റ് 1. അതായത് ഇവിടുത്തെ പോളിനോമിയൽസിന്റെ ഫോം ആണ് ഒരു A+B into T ഫോമിലായിരിക്കും, where A and B are some real numbers. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബേസിസിലെ എലിമെന്റ്സ് എന്തായിരിക്കും? അതും പോളിനോമിയൽസ് അല്ലേ? ആൽഫ 1 ആൽഫ 2 അതും പോളിനോമിയൽസ് ആണ്. പക്ഷെ നമുക്ക് ആ പോളിനോമിയലിന്റെ ജനറൽ ഫോമേ അറിയുള്ളൂ. ഏതോ ഒരു A1 Bക്കും B1 A1 + B1T ആയിരിക്കും ആൽഫ 1 ഉണ്ടാവുക. അതുപോലെ ആൽഫ 2 പറഞ്ഞാൽ ഒരു A2 + B2T ആയിരിക്കും. സം AI and BI, നമുക്ക് AI BI എന്താ അറിയില്ല, അത് കണ്ടുപിടിക്കണം, അത് നമ്മളെ വർക്ക്. ഈ AI BI നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ നമുക്ക് എന്താണ് ആൽഫ 1 ആൽഫ 2 എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം ശരിയല്ല? അവസാനം പറഞ്ഞു പറയൂ, ശരിയാണോ? ആ ശരിക്കും അത്ര ഒരു ഇത് പോരല്ലോ. ആര്യ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ആര്യ ഈസ് റേസിംഗ് ഹാൻഡ്. ആര്യ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ആര്യ റേസിംഗ് ഹാൻഡ്. ഇല്ലാന്നാണോ? ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊരു ആൽഫയും നമുക്ക് x1 × ആൽഫ 1 + x2 × ആൽഫ 2 ഫോമിൽ എഴുതാൻ പറ്റും. കാരണം ആൽഫ 1 ആൽഫ 2 ബേസിസ് ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. അതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ആൽഫ പറഞ്ഞ ഒരു പോളിനോമിയലാണ്, ബിയിലുള്ള ജനറൽ പോളിനോമിയൽ A + B2. സെക്കൻഡ് എന്ന് പറഞ്ഞെങ്കിൽ x1 × A1 ആൽഫ 1 ആൽഫ 2 പറഞ്ഞ ജനറൽ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം രണ്ടും പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 1 ആയാൽ മതി. അപ്പൊ ഇങ്ങനത്തെ രണ്ട് പോളിനോമിയൽസ് എടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യാം? ഇനി നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇനി നമ്മൾ കഴിഞ്ഞ കേസിൽ എന്താ ചെയ്തത്? അപ്പം ഇവിടെ ഓക്കെ, ഇങ്ങനെ എടുത്തു. എന്നിട്ട് സോ നമുക്ക് കാണേണ്ട എന്തൊക്കെയാണ്? നമുക്ക് കാണേണ്ടത് A1 B1 A2 B2 കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ നമ്മളെ വർക്കായി. ഓക്കെ, A1 B1 A2 B2 കണ്ടുപിടിച്ചാൽ നമ്മളെ വർക്കായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ എഴുതിയ എക്സാമ്പിൾ അവിടെ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? ഇതായിരുന്നു നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് F1 തന്നിട്ട് ഇപ്പൊ F1 ഓഫ് ഈ വെക്ടർ ആൽഫ 1, F1 ഓഫ് ആൽഫ 1 എന്താ? F1 ഓഫ് ആൽഫ 1 എന്തായിരിക്കും? F1 ഓഫ് ആൽഫ 1 ഇതാണ് ആൽഫ 1, ഇതാണ് ആൽഫ 2. F1 ഓഫ് ആൽഫ 1 എന്തായിരിക്കും? Integral 0 to 1. Finally, integral 0 to 1. Okay, integral 0 to 1 phi of t dt. Phi of t എന്ന് പറയുമ്പോൾ A1 + B1t dt. ഇത് എന്താണെന്ന് ചോദിച്ചാൽ മീൻസ് ഇതിന്റെ വാല്യൂ എന്താ? ഇതിന്റെ വാല്യൂ എന്താ? എന്താ ഇതിന്റെ വാല്യൂ? നമ്മുടെ ഡുവൽ ബേസിസിന്റെ പ്രത്യേകത എന്താ? Fi ഓഫ് ആൽഫ j എന്താണ്? ഡെൽറ്റ ij അല്ലേ?
ഇതുപോലെയല്ല നമ്മൾ ഡുവൽ ബേസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം F1 ഓഫ് ഇതിപ്പോ F1 ആണ്, ഇവിടെ ആൽഫ 1 ആണ്. അപ്പൊ F1 ഓഫ് ആൽഫ 1 എന്താ? 1 ആണ്. അതുപോലെ F1 ഓഫ് ആൽഫ 2 എന്താ? 0. 0 ആണ്. ഇന്റഗ്രൽ 0 ടു ആൽഫ 2. ഓക്കെ, A1 പ്ലസ് A2 പ്ലസ് B2t ഡീറ്റ dt ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ F2 ഓഫ് ആൽഫ 1 എന്തായിരിക്കും? 0. F2 ഓഫ് ആൽഫ 1 0 ആയിരിക്കും. അതായത് ഇന്റഗ്രൽ 0 ടു 1 A 2 A1 പ്ലസ് B1 t dt എന്നാൽ 0 ആയിരിക്കും. അതുപോലെ ലാസ്റ്റ് ഉള്ളത് F2 ഓഫ്, ഇനി ഇത്രയേ ഉള്ളൂ, നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു t ഇത് ശരിക്കും എന്താ എലിമെന്റ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ സമയം എടുക്കുന്നുള്ളൂ, അല്ല ചെയ്യാനൊന്നും ശരിക്കും ഇതിനകത്തില്ല. നമ്മൾ ആ ഡുവൽ ബേസിസിന്റെ കണ്ടീഷൻ മാത്രം കണ്ടുപിടിക്കുക, അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും, A1 B1 ടേംസിൽ, അതുപോലെ A2 B2 ടേംസിൽ. അത് സോൾവ് ചെയ്താൽ വൺ ആയിരിക്കുമല്ലോ സർ? അതെ 1 ആണ് സോറി 1 ആണ്. അപ്പൊ അത് കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടും. ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാ അത് F1 ഓഫ് ആൽഫ 1, ഇവിടെ ഞാൻ എഴുതിയത് F1 ഓഫ് ആൽഫ 1 ആണ്, അത് 1 ആണ്. അപ്പൊ അത് ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എനിക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? A1 t പ്ലസ് B1 t സ്ക്വയർ ബൈ 2 0 to 1 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ എന്താ വരിക? 1 അപ്ലൈ ചെയ്യുമ്പോൾ A1 പ്ലസ് B1 ബൈ 2, പിന്നെ 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 പ്ലസ് 0 വരും. അപ്പോൾ A1 പ്ലസ് B1 ബൈ 2 എന്താ വരിക? 1 എന്ന് കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, A1 പ്ലസ് B1 ബൈ 2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതേപോലെ നിങ്ങൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ കിട്ടുക? A1 t പ്ലസ് B1 t സ്ക്വയർ ബൈ 2, ഇതിന്റെ ലിമിറ്റ് 0 to 2 ആണ്. 0 to ലിമിറ്റ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? സെക്കൻഡ് ഇക്വേഷൻ എന്താ കിട്ടുക? 2 കൊടുക്കുമ്പോൾ 2A1 പ്ലസ് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ ബൈ 2, ഇപ്പോൾ 4 ബൈ 2 B1, അപ്പോൾ 2A1 പ്ലസ് 2B1 ഈക്വൽ ടു എന്താ? 0. സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി, A1d B1d. അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്ത ഇക്വേഷന് 2A1 പ്ലസ് B1 ഈക്വൽ ടു 2 എന്ന് എഴുതാം അല്ലെ, മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടും സോൾവ് ചെയ്യാം, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് ഈ 2 വാല്യൂസ് കിട്ടും. A1ന്റെ വാല്യൂ 2 എന്ന് കിട്ടും, B1ന്റെ വാല്യൂ -2 എന്ന് കിട്ടും. അതേപോലെ നമ്മൾ ഈ രണ്ടാമത്തെ കേസും ഈ രണ്ടാമത്തെ കേസുള്ള ഇന്റഗ്രേറ്റ് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക, 1 ഇക്വേറ്റ് ചെയ്യുക ചെയ്താൽ നമുക്ക് A2ന്റെയും B2ന്റെയും വാല്യൂ ഇതും കിട്ടും. അപ്പോൾ എന്താ കിട്ടി? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കിട്ടിയല്ലോ. നമുക്ക് ആവശ്യമുള്ള എന്തായിരുന്നു? A1 പ്ലസ് B1t എന്ന ഫംഗ്ഷനും A2 പ്ലസ് B2t എന്ന ഫംഗ്ഷൻ, ഈ 2 ഫംഗ്ഷൻസും ആയിരുന്നു നമ്മളെ ബേസിസിലെ എലിമെന്റ്സ്. ഈ ബേസിസ് ആയിരുന്നു നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബേസിസ് നമ്മൾ കണ്ടുപിടിച്ചു, കാരണം നമുക്ക് A1ന്റെയും B1ന്റെയും വാല്യൂ കിട്ടി, A2ന്റെയും B2ന്റെയും വാല്യൂ കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ A1ന്റെ വാല്യൂ 2ഉം B1ന്റെ വാല്യൂ -2ഉം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? 2 - 2t എന്ന് കിട്ടി. അതുപോലെ ഈ കേസിൽ A2ന്റെ വാല്യൂ -12 എന്നും B2ന്റെ വാല്യൂ 1 എന്നും കൊടുത്താൽ നമുക്ക് -12 പ്ലസ് t എന്ന് കിട്ടി. അപ്പോൾ 2 ഫംഗ്ഷൻസ് കിട്ടി. അപ്പോൾ ഇതാണ് ആ 2 ഫംഗ്ഷൻസ്. ഏത് 2 ഫംഗ്ഷൻസ്? V എന്ന നമ്മളെ അറ്റ്മോസ്റ്റ് 1 ഡിഗ്രി ഉള്ള നമ്മളെ പോളിനോമിയൽസിന്റെ ആ സ്പേസ്, ഓക്കെ, ആ സ്പേസിലുള്ള ബീറ്റ, അതായത് ആൽഫ 1 ആൽഫ 2 എന്ന ബീറ്റ, ഫോർ വിച്ച് F1 F2 ഈസ് എ ഡുവൽ ബേസിസ്. നമ്മൾ ഡിഫൈൻ ചെയ്ത F1 F2 ഡുവൽ ബേസിസ് ആയിട്ടുള്ള ആൽഫ 1 ആൽഫ 2 എന്ന് പറഞ്ഞ ആ ബേസിസ്, ഈ P1ന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളിവിടെ കണ്ടത് ഉപയോഗിച്ച ആകെയുള്ള പ്രോപ്പർട്ടി പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി F1 F2 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ കണ്ടീഷൻ F1 ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ എന്ന കണ്ടീഷൻ മാത്രം ഉപയോഗിച്ചു നമ്മളത് സോൾവ് ചെയ്തെടുത്തു. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഈ A1 പ്ലസ് β1t എന്നൊക്കെ എടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വെക്ടർ സ്പേസ് എന്താണെന്ന് ആദ്യം ക്ലിയർ ആക്കണം. നമ്മൾ മറ്റേ R3ന്റെ കേസിൽ ഓക്കെയാണ്, നമ്മൾ ഇൻ ജനറൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ വെക്ടർ സ്പേസ് മാറുമ്പോൾ എല്ലാം ഇത് വർക്ക് ചെയ്യും. ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്ത് ജനറൽ സ്പേസിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ വെക്ടർ സ്പേസ് എന്ന് ആദ്യം മര്യാദയ്ക്ക് മനസ്സിലാക്കുക. എന്താ തന്നിരിക്കുന്ന വെക്ടർ സ്പേസ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. കാരണം ഇവിടെ A1 പ്ലസ് B1t എന്നും A2 പ്ലസ് B2t എന്നും നമ്മൾ ചൂസ് ചെയ്തു.
അതറിയണം, ചൂസ് ചെയ്യാൻ അറിയണം. ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക എന്ന് ചൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ എഫ് ഐ ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ ആവുന്ന എഫ്സ് ആണ് നമ്മൾ ഡുവൽ ബേസിസ് എന്ന് പറയാം. അപ്പോൾ ഡുവൽ ബേസിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ എ ഐസും ബി ഐസും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ബേസിസ് തന്നാൽ ഡുവൽ ബേസിസ് കാണാം, അല്ലെങ്കിൽ ഡുവൽ ബേസിസ് തന്നാൽ നമ്മൾ ബേസിസ് കാണാം. ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഓക്കെ. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ കേസിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ കുറെ പേര് ഫോളോ ചെയ്യുന്നൊക്കെ നിന്ന് പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ ക്ലാസ്സസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസ് ഒന്നുകൂടി കാണണം. പക്ഷെ ആരും ക്ലാസ് ഒന്നും കാണാറില്ല, അതെനിക്ക് മനസ്സിലായി. ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരാൾ അങ്ങാണ്ട് കണ്ടിട്ടുണ്ടോ സംശയമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്നുകൂടി കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളത് കാണുന്നില്ല, ഒരുപാട് പേര് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാതെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ കുറച്ച് പേര് എന്തെങ്കിലും പറയുന്നുണ്ട്, പക്ഷെ അതന്നെ അവരും സംശയത്തോടെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? ആരൊക്കെ ഒന്ന് ഞാൻ ചോദിച്ച ഉത്തരങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ ഒന്നും കൂടെ തർപ്പിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം വരും. അപ്പൊ അത് വരാതിരിക്കാൻ നിങ്ങൾ കൃത്യമായി നിങ്ങൾ ആ ക്ലാസ് കണ്ടേ പറ്റൂ. ഒന്നും കൂടി നിങ്ങൾ കാണാം. പൊതുവേ നമ്മളിപ്പോൾ കോളേജിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക? നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ്സിന് എടുത്തു കഴിഞ്ഞെങ്കിൽ ക്ലാസ്സിൽ നോട്ട്സ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ പൊതുവെ കൊടുക്കാറില്ല നോട്ട്സ്. പക്ഷെ നമ്മൾ MSc ലെവലിൽ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കും. നമുക്ക് മനസ്സിലാവുന്നതിന് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതാണ് ഞാനൊക്കെ ചെയ്യാറ്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ ക്ലാസ്സും കൂടി റെക്കോർഡ് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ് ഒന്നും കൂടി കേൾക്കാവുന്ന സൗകര്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലാത്തത് നിങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. പക്ഷെ നിങ്ങൾ ക്ലാസ് കാണുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ എല്ലാം കൂടി നിങ്ങൾ അവസാനം പരീക്ഷയ്ക്ക് മുമ്പ് കാണാനുള്ള പ്ലാനിലാണോ എന്ന് അതും എനിക്കറിയില്ല. അതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. എല്ലാതും കൂടി കേൾക്കാനുണ്ട്. പിന്നെ നോമ്പൂടി ആയതുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂളാണ് ഓരോ ദിവസം. ഓക്കെ ഓക്കെ സർ ഓക്കെ. ഇതുവരെ ഇതാക്കിയതിന്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യോ ബാക്കിയുള്ളതിന് ശേഷം? ഈ എഴുതിയതൊക്കെയോ? അല്ല, ബാക്കി നാളെ വിട്ടതിന്റെ ബാക്കി വിട്ടിട്ടില്ലല്ലോ, പുതിയ എടുത്ത സെക്ഷൻസ്. അത് പുതിയ എടുത്ത ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിൽ ഈ ഒരു പ്രശ്നമാണ്, ഞാനിപ്പോ ഈ എഴുതുന്നുണ്ടല്ലോ, ഈ എഴുതിയ സംഭവം ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് കുത്തി വരയ്ക്കണിൻ്റെ അകത്ത്. ഒരു പേജ് തന്നെ, ഇപ്പൊ ഈ പേജ് ഇപ്പൊ നിങ്ങൾ കാണുന്ന പേജ് തന്നെ ഞാൻ ഒരുപാട് സംഭവം എഴുതിയിട്ടുണ്ട്, അല്ലേ? അവിടെ ഇവിടെ ഒക്കെ വലിച്ചെറിയത്. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്തോണ്ടൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, അല്ലാതെ കണ്ടാന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ മറ്റേ നോട്ട്സ് ഇടാം. ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ഞാൻ ഇട്ടുതരാം, കുഴപ്പമില്ല. അത് ഞാൻ ഇട്ടുതരാം. അപ്പൊ സമയം കിട്ടുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. സമയം കിട്ടുമ്പോൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലീനിയർ ഡബിൾ ഡുവൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഡബിൾ ഡുവൽ നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ ഈ ഡുവൽ സ്പേസിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്ന റിസൾട്ട്സ് അവിടെ ഉപയോഗിക്കുക. അത് വെച്ച് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷന്റെ ട്രാൻസ്പോസ് എന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയും. ആ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് പറഞ്ഞാൽ ആ വേറെ സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനിമൽ പോളിനോമിയൽസ്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, അതിന് വെച്ചിട്ട് റിസൾട്ട്സ്. ഓക്കെ. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പിന്നെ ക്ലാസ് മുമ്പോട്ട് പോകുക. അതായത് ഞാനിത് ചെയ്യുന്നതിന് കൂടെ നിങ്ങൾ ഫസ്റ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് സ്റ്റാർട്ട് ചെയ്യുക. അത് എന്തായാലും ഇവിടെ കണക്ഷൻ വരാത്തതിനെ കൊണ്ട് നമുക്ക് ചെയ്യുന്ന കുഴപ്പം വരുന്നില്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യണം ആരെങ്കിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. അടുത്ത് നമുക്ക് മെയ് ലാസ്റ്റില് തീർക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളെ എക്സാം എപ്പോഴാണ് പെട്ടെന്നേക്ക് ഉണ്ടാവുക എന്താ കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് എന്തായാലും അടുത്ത മാസത്തോടെ നമുക്ക് ക്ലാസ് തീർക്കണം. അപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ആൾക്കാർ 2 ആൾക്കാരൊക്കെ എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക, അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അപ്പോഴേ നിങ്ങളത് പഠിക്കുന്നുള്ളൂ. ഓക്കെ. നിങ്ങൾ ആ സെമിനാർ പോർഷൻസ് ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് ക്ലാസ് എടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് സെമിനാർ എടുക്കാറ് കോളേജിൽ മറ്റ് സബ്ജക്ട്സ് ഒക്കെ? ഗൂഗിൾ മീറ്റിൽ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുക? PPT ഉണ്ടാക്കിയിട്ടോ? സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്തിട്ട് പറയൂ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ മതി. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മൊത്തം ഓൺലൈൻ ആയില്ല അല്ലേ? ഇനിയിപ്പോ കൊറോണ കൂടിയപ്പോൾ വീണ്ടും ഓൺലൈൻ ആയല്ലോ. ഓക്കെ.
എന്നാ ഓക്കെ. ഇന്ന് നമ്മളൊരു കുറച്ചധികം സമയം പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, ഞാനിത് കൂടുതൽ സമയം എടുക്കാൻ കാരണം ഇത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചിട്ട് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ട് ഇതിനകത്ത്. ഒരുപാട് കാര്യം പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഈ ക്ലാസ് കാണുക. അപ്പൊ സമയം കിട്ടുമ്പോൾ കാണുക. അപ്പൊ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തിരക്കാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഞാൻ ഇന്ന് ശരിക്കും ഇത് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെഷനിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സെഷനിൽ ഇനി ഒരുപാട് എനിക്കൊന്ന് അനിഹിലേറ്റർ സ്പേസ് പറയണം. അതിന്റെ ഒരു റിസൾട്ട് 2-3 റിസൾട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാറുണ്ട്. ഇതൊക്കെ അന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ക്ലാസ് ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പം ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ എന്താ വെച്ചാൽ നാളെ കാണാം. ഓക്കെ. മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, അല്ലെങ്കിൽ 2 to 3 ആണെങ്കിൽ 2 to 3 കാണാം. ഓക്കെ, നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ശരി എല്ലാവരും. ഓക്കെ സർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു.